വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കാക്കനാട് മണ്ഡലത്തിലെ മദ്രസ എംപവർമെൻറ്റ് പ്രോഗ്രാമിൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മൾ പാരൻറ്റിങ് 2.0 എന്നിട്ടത് കഴിഞ്ഞ വർഷം നമ്മൾ ഇതേപോലൊരു കൊളോക്കിയം നടന്നിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ടൊരു സെഷൻ പ്രസൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്നുള്ള നിലക്കാണ് 2.0 എന്ന് പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പാരൻറ്റിങ് സയൻസുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാരൻറ്റിങ് മക്കൾക്ക് വളരെ അത്യാവശ്യമുള്ള സംഗതിയാണ്. വളർന്നു വരുന്ന കുട്ടികൾക്ക് രക്ഷാകർതൃത്വം അഥവാ വളർന്നു വരുന്ന കുട്ടിക്ക് സ്വയം എല്ലാത്തിനും പര്യാപ്തമല്ലാത്തത് കൊണ്ട് മുതിർന്ന ആളുകളുടെ കെയർ വളരെ അത്യാവശ്യമാണ്. അത് ഏറ്റവും കൂടുതൽ വേണ്ട മനുഷ്യ കുട്ടികൾക്കാണ്. കാരണം മനുഷ്യരുടെ കുട്ടികൾ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് വളരെ സ്ലോ ആണ്. നമ്മൾ പതുക്കെയാണ് ഡെവലപ്പ് ചെയ്ത് വരുള്ളൂ. അതുകൊണ്ട് തന്നെ കെയറിങ് ആവശ്യമാണ്. ആ കെയറിങ് തന്നെ 2 പാരൻസിൻ്റെ കയ്യിൽ നിന്ന് ആവശ്യമാണ്. ഒരു പാരൻറ്റും ഒരു കോ പാരൻറ്റും. പാരൻറ്റിങ് സൈക്കോളജി പ്രകാരം ഒരു പാരൻറ്റും ഒരു കോ പാരൻറ്റും വേണം. അതിൽ തന്നെ അത് ഒന്ന് മെയിലും ഒന്ന് ഫീമെയിലും ആകണം എന്നുള്ളതാണ്. ഇങ്ങനെയാണ് അത് വരേണ്ടത്. അപ്പോൾ ഇത് നമ്മുടെ ഫ്രീ ടൈമിൽ ചെയ്യേണ്ട ഒന്നല്ല പാരൻറ്റിങ്. നമ്മൾ ഒഴിവു സമയങ്ങളിൽ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയല്ല പാരൻറ്റിങ്. നമ്മൾ ഫ്രീ ടൈം ഉണ്ടാക്കിക്കൊണ്ട് ചെയ്യേണ്ട ഒന്നാണ് പാരൻറ്റിങ്. പാരൻറ്റിങ്ങിനായിട്ട് നമ്മൾ സമയം കണ്ടെത്തി ചെയ്യേണ്ട ഒന്നാണ് പാരൻറ്റിങ് എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കുക. ഇത് ജനറേഷൻ വൈ എന്ന് വെച്ചാൽ മിലേനിയൽസ് എന്നൊക്കെ പറയും. അഥവാ ഏകദേശം 980-നും 94-നും ഇടയിലുള്ള ആളുകളാണ് ഈ മിലേനിയൽസ് എന്ന് പറയുക. അപ്പം ഏറെക്കുറെ ഇപ്പോഴുള്ള നമ്മൾ കാണുന്ന കുട്ടികളുണ്ടല്ലോ, അപ്പം നമ്മൾ കുട്ടികൾ എന്ന് വിളിക്കുന്ന സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ ഏകദേശം ഈ കാറ്റഗറിയിലായിരിക്കും. അപ്പം ഇനി ആരെങ്കിലും ഇതിലല്ലാത്തവരാണെങ്കിൽ അവർക്കിത് ബാധകമല്ല എന്നല്ല, പൊതുവെ ഇപ്പോഴത്തെ രക്ഷിതാക്കൾ കൂടുതലും ഈ കാറ്റഗറിയിലാണ് വരിക. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, അപ്പോൾ ഇത് കണ്ടില്ലേ, മിലേനിയൽസ് ഇതിൻ്റെ സെൻറ്ററിൽ നിൽക്കുന്നതാണ്. നമ്മളെ ഈ മിലേനിയൽസ് കഴിഞ്ഞിട്ടുള്ള ജനറേഷനാണ് ജെൻസി. നമ്മളെപ്പോഴും കേൾക്കാറുണ്ട് ജെൻസിയും കഴിഞ്ഞിട്ടുള്ള ജനറേഷനാണ് ജെൻ ആൽഫ. പറഞ്ഞാൽ 2010 ശേഷം ജനിച്ചവരാണ്. 2010 ശേഷം ജനിച്ചവരാണ്. 95 മുതൽ 2010 വരെയാണ് ജെൻസിൻ്റെ കാലഘട്ടം. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ കാണിച്ചത് എന്തിനാന്ന് വെച്ചാൽ, മിലേനിയൽസിൻ്റെ രക്ഷിതാക്കൾ ബേബി ബൂമേഴ്സാണ്. അറ്റത്ത് കാണുന്നവർ, അതായത് മിലേനിയൽസ് ആയ നമ്മളൊക്കെ വളർത്തിയത് ബേബി ബൂമേഴ്സാണ്. ജെൻസിൻ്റെ പാരൻസ് മിലേനിയൽസ് ആണ്. ജെൻ ആൽഫൻ്റെ പാരൻസ് മിലേനിയൽസ് ആണ്. അപ്പോൾ ഇതിൽ ഈ ബേബി ബൂമേഴ്സിൻ്റെ രക്ഷിതാക്കളെ വളർത്തുന്ന രീതി എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രിക്റ്റ് പാരൻറ്റിങ് ആയിരുന്നു. ഭയങ്കര സ്ട്രിക്റ്റ്, നമ്മൾ അതോറിറ്റേറിയൻ എന്നൊക്കെ പറയും. അപ്പോൾ അതെന്താ വെച്ചാൽ, പൊതുവെ ഈ ബേബി ബൂമേഴ്സിൻ്റെ ആ കാലഘട്ടത്തിൽ കുടുംബത്തിൽ അച്ഛൻ അല്ലെങ്കിൽ ഉപ്പ എന്ന് പറയുന്ന ആൾ അധികം മിണ്ടൊന്നുമില്ല, ഭയങ്കര ഗൗരവത്തിലായിരിക്കും കുട്ടികളോടൊക്കെ. അടിക്കും, ഭയങ്കര അടിച്ചിട്ടാണ് വളർത്തുക. എന്തുണ്ടെങ്കിലും അടിക്കും, അടിച്ചാലേ ശരിയാവുള്ളൂ എന്നുള്ളതാണ്. ഒരുപാട് കുട്ടികളുണ്ടാവും വീട്ടിൽ. ഇതാണ് അന്നത്തെ ഒരു രീതി. അങ്ങനെ വളർത്തപ്പെട്ടവരാണ് മിലേനിയൽസ്. പക്ഷെ മിലേനിയൽസ് ജനറേഷൻ ആൽഫയെ വളർത്തുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ബഹുഭൂരിപക്ഷവും നേരെ ഓപ്പോസിറ്റായിട്ടാണ് വളർത്തുന്നത്. അഥവാ കുട്ടികൾക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുക്കുകയും പൊതുവെ തീരെ അടിക്കാതിരിക്കുകയും ചെയ്യുന്ന രൂപമാണ്. അത് മാത്രമല്ല, അവരെന്തൊക്കെ ആഗ്രഹിക്കുന്നോ അതെല്ലാം സാധിച്ചു കൊടുക്കുകയും ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ നമ്മളെ കേരളത്തിലൊരു സാമ്പത്തിക സാമൂഹിക സാഹചര്യം നോക്കുമ്പോൾ, നമ്മളെ വളർത്തിയ രീതിയിൽ നിന്നും അന്നത്തെ കാലഘട്ടത്തിൽ നിന്നും സാമ്പത്തികമായി പല നിലക്കും നമുക്ക് ഉയർച്ചകൾ ഉണ്ടായി, സംവിധാനങ്ങൾ ഉണ്ടായി, സൗകര്യങ്ങൾ ഉണ്ടായി. അതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാം ആസ്വദിച്ചും എല്ലാം അനുവദിച്ചു കൊടുത്തും വളരുന്ന രീതിയാണ്. അതിൻ്റെ ഒരു പ്രശ്നമാണ് നമ്മൾ കാണുന്നത്. അഥവാ കുട്ടികൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിൽ പെടുമ്പോൾ, പ്രത്യേകിച്ച് വാർത്താ പ്രാധാന്യമുള്ള പ്രശ്നങ്ങളിൽ പെടുമ്പോൾ, ലഹരി പോലത്തെ, കൊലപാതകങ്ങൾ പോലത്തെ, ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ 14-ഉം 15-ഉം വയസ്സിൽ പ്രായത്തിലുള്ള കുട്ടികളെ കൊല ചെയ്ത 2 വിഷയങ്ങളുണ്ടായി. ഒന്ന് പാലക്കാടും ഒന്ന് മലപ്പുറത്തും. അപ്പോൾ അതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ നമ്മൾ ആ യൂട്യൂബ് വീഡിയോൻ്റെ താഴെ പോയി നോക്കിയാൽ
സ്ഥിരമായി വരുന്നൊരു കമന്റ് കാണാം. എന്താ അറിയോ? അടിച്ചു വളർത്താത്തതിന്റെ കുഴപ്പമാണ്. അപ്പം അതാരാ ചെയ്യണം? നമ്മളെ കമന്റ് ചെയ്യണം. എന്താ? കാരണം എന്നെ അടിച്ചു വളർത്തിയാണ്, അതുകൊണ്ട് ഞാൻ ആരെയും കൊന്നിട്ടില്ല. അപ്പോ ഇവനീ അടിച്ചു വളർത്തിയിരുന്നെങ്കിൽ ഇവൻ നന്നായേനെ എന്ന് അതിൽ കമന്റ് കാണാം. അതെന്തുകൊണ്ടാ വെച്ചാൽ നമ്മളിപ്പോ പൊതുവെ കുട്ടികൾ എന്ത് ചെയ്യാറില്ല, തല്ലാറില്ല എന്നുള്ളതാണ്. അപ്പോ ഇത് സത്യത്തിൽ ഇത് രണ്ടും പ്രശ്നമാണ്. ബേബി ബൂമേഴ്സ് വളർത്തിയ രീതി ഇതിന്റെ ഒരറ്റാണ്, അതോറിറ്റേറിയൻ എന്ന് പറയും. മിലേനിയൽസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ മറ്റേ അറ്റാണ്, അത് പെർമിസീവ് എന്ന് പറയും, പെർമിസീവ് പാരന്റിങ്. ഇത് രണ്ടും പ്രശ്നമാണ്. കാരണം ഒന്ന് ഹാഷ് പാരന്റിങ് ആണ്, മറ്റേത് പെർമിസീവ് പാരന്റിങ് ആണ്, കുട്ടിക്ക് എല്ലാം അനുവദിച്ച് കൊടുത്തുകൊണ്ടുള്ള പാരന്റിങ് ആണ്. രണ്ടിൻ്റെയും പ്രശ്നമുണ്ട്. ഇതിന്റെ രണ്ടിൻ്റെയും നടുവിലുള്ള ഒരു സ്റ്റേജ് ഉണ്ട്. അവിടെ നിൽക്കൽ കുറച്ച് പ്രയാസമാണ്. അതാണ് സത്യത്തിൽ വേണ്ടത്. അപ്പോ അവിടെ തല്ലാൻ പാടുണ്ടോ, അവിടെ എന്തൊക്കെ വാങ്ങിക്കൊടുക്കാൻ പറ്റും, അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ ഇതാണ് ഞാൻ ഈ ജനറേഷൻസ് കാണിച്ചത് ഇതുകൊണ്ടാണ്. ഇനി ഈ ജനറേഷൻസിൽ വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ, ഇപ്പോൾ നമ്മളെ മക്കൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ജനറേഷൻ ആൽഫ എന്ന് പറഞ്ഞത് 2010 മുതലാണ്. 2010 ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? 2010 ഏറ്റവും വലിയ പ്രത്യേകത 2010 ഇൻസ്റ്റാഗ്രാം ലോകത്ത് വന്നത്. അന്ന് മുതൽ ജനിച്ച കുട്ടികളുടെ തലച്ചോറിന്റെ കൂടെ ഇൻസ്റ്റാഗ്രാമും വളർന്നിട്ടുണ്ട്. അവരുടെ തലച്ചോറിലെ ന്യൂറോൺ കണക്ഷൻസിന്റെ ഉള്ളിലെല്ലാം ഇൻസ്റ്റാഗ്രാം ഉണ്ട്. അതുകൊണ്ട് തന്നെ റീൽസ് ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ കഴിയൂല. റീൽസ് ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് അവരെ സംബന്ധിച്ചൊന്നും ആലോചിക്കാൻ കഴിയൂല. ഇപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഇമിഗ്രൻസ് ആണ്, നമ്മൾ ആ ലോകത്തേക്ക് വന്നവരാണ്. നമ്മളെ സംബന്ധിച്ച് ഈ റീൽസിൽ സമയം കളയണം നമുക്ക് ചിലപ്പോൾ അത്ര ഡൈജസ്റ്റ് ആവുന്ന കാര്യമില്ല. പക്ഷെ അവരെ സംബന്ധിച്ച് അതില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. മറ്റൊന്ന് ഇൻസ്റ്റന്റ് വേഴ്സസ് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. അഥവാ ഇപ്പോൾ ഇൻസ്റ്റന്റ് വേഴ്സസ് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികളിൽ നമ്മൾ കാണുന്ന ഒരു പ്രവണത ഇമ്പൾസീവ്, ഭയങ്കര ഇമ്പൾസീവ് നേച്ചറാണ്. ഇമ്പൾസ് കൺട്രോൾ കുറവാണ്. അഥവാ എന്തെങ്കിലും കാര്യം ആഗ്രഹിച്ചാൽ പെട്ടെന്ന് കിട്ടണം. അതാണ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, പെട്ടെന്ന് കിട്ടണം. അപ്പോൾ ഇപ്പോഴത്തെ സംവിധാനങ്ങളും അങ്ങനെയാണ്. എന്തെങ്കിലും സാധനം ആഗ്രഹിച്ചാൽ ആമസോണിൽ ഓർഡർ ചെയ്താൽ പെട്ടെന്ന് കിട്ടും. നമ്മൾ ഒരു ഫുഡ് ആഗ്രഹിച്ചാൽ അതും ഓർഡർ ചെയ്താൽ പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഈ പെട്ടെന്ന് കിട്ടുന്ന രീതിക്ക് അനുസരിച്ചുള്ള പാരന്റിങ് ആണ് പെർമിസീവ് പാരന്റിങ്ങും. എന്തെങ്കിലും ആഗ്രഹിച്ചാൽ പെട്ടെന്ന് കൊടുക്കുക. ഈ പെട്ടെന്ന് കൊടുക്കുന്നതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് കിട്ടുന്തോറും ഇവരുടെ ഇമ്പൾസ് കുറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഒന്നിനും വേണ്ടി ക്ഷമിക്കാൻ കഴിയാത്തൊരവസ്ഥ. എന്തെങ്കിലും നേടണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു എഫേർട്ട് വേണം എന്ന് ഇവർ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ ഇവരുടെ ബ്രെയിൻ പഠിക്കണില്ല. അതുകൊണ്ട് തന്നെ എന്താഗ്രഹിച്ചാലും പെട്ടെന്ന് കിട്ടണം. അപ്പൊ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആഗ്രഹിക്കുന്നത് കിട്ടാതാകുന്ന അവസ്ഥയിൽ ഇവർ വയലന്റ് ആവും. അതാണ് നമ്മൾ ഈ കാണുന്ന കൊലപാതകങ്ങളൊക്കെ. ഇപ്പൊ നടന്ന 2 കൊലപാതകവും പ്രേമിച്ച പെണ്ണിനെ കിട്ടാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ പ്രേമിച്ച പെണ്ണ് വേറെ ആളെ കൂടെ പോയതുകൊണ്ടാണ് കൊലപാതകം. കാരണം ആ അവസ്ഥയെ ഉൾക്കൊള്ളാൻ അവരുടെ ബ്രെയിന് പരിശീലിച്ചിട്ടില്ല. ആ പരിശീലനം കിട്ടേണ്ടത് ചെറുപ്പത്തിലാണ്. അത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന്റെ പ്രശ്നമാണ്. അപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഈ വിഷയത്തിൽ നടന്ന ലോകത്തിലെ ഏറ്റവും വലിയൊരു എക്സ്പെരിമെന്റ്, സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി, വേൾഡിലെ ഏറ്റവും നമ്പർ 1 യൂണിവേഴ്സിറ്റി അമേരിക്കയിലുള്ള സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നടന്നൊരു എക്സ്പെരിമെന്റ്, സ്റ്റാൻഫോർഡ് മാഷ്മാലോ എക്സ്പെരിമെന്റ് എന്നാണ് പറയുക. അത് 1970-കളിൽ നടന്നതാണ്. ഈ സ്റ്റാൻഫോർഡ് മാഷ്മാലോ എക്സ്പെരിമെന്റിൽ 5 വയസ്സുള്ള കുട്ടികളെ ഓരോ കുട്ടികളായിട്ട് ഓരോ റൂമിലേക്ക് വിളിച്ചു. എന്നിട്ട് അവർക്ക് ഒരു മാഷ്മാലോ അറിയില്ലേ, ഒരു മിഠായിയാണ് മാഷ്മാലോ. ഈ മിഠായി മാഷ്മാലോ അവർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, 5 വയസ്സുള്ള കുട്ടിയാണ്, ഓരോ കുട്ടികളെ വിളിക്കണം. എന്നിട്ട് പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ ഈ മാഷ്മാലോ ഇപ്പൊ കഴിക്കാം, 15 മിനിറ്റ് സമയം തരും. 15 മിനിറ്റ് കഴിഞ്ഞിട്ടും ഇത് കഴിക്കാതിരുന്നാൽ 15 മിനിറ്റിന് ശേഷം ഒന്നും കൂടി തരും. അപ്പോൾ ആ കുട്ടീൻ്റെ മുമ്പിൽ 2 ചോയ്സ് ഉണ്ട്. ഒന്നെങ്കിൽ എനിക്ക് ഈ മാഷ്മാലോ ഇപ്പൊ കഴിക്കാം, അല്ലെങ്കിൽ 15 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ 2 മാഷ്മാലോ കിട്ടും. അപ്പോൾ ഇത് പറഞ്ഞിട്ട് ഇയാൾ പുറത്തു പോകും. അപ്പോൾ ഈ കുട്ടിയും മാഷ്മാലോ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കുട്ടികൾ ഈ എക്സ്പെരിമെന്റ് ചെയ്തു. അപ്പോൾ എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുവിധം കുട്ടികളെല്ലാം എന്ത് ചെയ്തു, അതിന്റെ മുമ്പിൽ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റാതെ അതെടുത്ത് കഴിച്ചു. ചിലർ കുറച്ച് മാത്രം കഴിച്ചു. ചില കുട്ടികൾ വളരെ പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും 15 മിനിറ്റ് വെയിറ്റ് ചെയ്തു, 2 മാഷ്മാലോ വാങ്ങി. ഇതൊരു ലോങ്ങിറ്റ്യൂഡിനൽ സ്റ്റഡിയാണ്. നമ്മൾ ഈ റിസർച്ചിലൊക്കെ ലോങ്ങിറ്റ്യൂഡിനൽ സ്റ്റഡി എന്ന് പറഞ്ഞാൽ അത് നമ്മളിപ്പോ നമ്മളെ എത്ര സാമ്പിളാണോ എടുക്കുന്നത്, ഇപ്പൊ 50 പേരിൽ ചെയ്യുന്ന എക്സ്പെരിമെന്റ് ആണെങ്കിൽ അതൊരു 10 പേരെടുത്താൽ അവരെ നമ്മൾ 10 കൊല്ലം 20 കൊല്ലം 30 40 50 കൊല്ലമൊക്കെ നമ്മൾ അവരെങ്ങനെ ഒബ്സേർവ് ചെയ്യും, അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന്. അപ്പൊ ഇങ്ങനെ ഈ കുട്ടികളുടെ ലൈഫ് ഇങ്ങനെ ഒബ്സേർവ് ചെയ്യുമ്പോൾ ഇവരെത്തുന്ന കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ, ഏതൊക്കെ കുട്ടികളാണോ
15 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ കഴിയാതെ തുടക്കത്തിലെ ആ മാഷ്മാലോ എടുത്ത് കഴിച്ചത് അവർ ജീവിതത്തിൽ അവരുടെ കരിയറിലും അവരുടെ ഫാമിലി ലൈഫിലും ഫെയിലിയർ എന്ന് നമ്മൾ ഇന്ന് വിധി എഴുതുന്ന ഒരു ഫ്രെയിമിലേക്കാണ് അവർ പോയത്. അതേസമയം 15 മിനിറ്റ് വെയിറ്റ് ചെയ്ത് 2 മാഷ്മാലോ കഴിച്ച കുട്ടികൾ അവർ പൊതുവെ ഇന്ന് നമ്മൾ പറയുന്ന സക്സസ് എന്ന് പറയുന്ന കരിയറിലും ഫാമിലി ലൈഫിലും സക്സസ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് അവർ ഉൾപ്പെടുന്നത്. അപ്പൊ ഇത് എന്താ കാണിക്കണമെന്ന് വെച്ചാൽ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനാണ്, അഥവാ എന്തിനെങ്കിലും വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ള ഒരു പ്രവണത അത് ഇന്ന് വളരെ കുറഞ്ഞു വരികയാണ്. കാരണം ഭയങ്കര ഇമ്പൾസീവ്നെസ് ആണ്, എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അപ്പൊ കിട്ടണം. ഇപ്പൊ ഈ മിലേനിയൽസ് പൊതുവെ മിലേനിയൽ പാരൻസിന് എപ്പോഴും പറ്റുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ കുട്ടി പറയുന്നത് ഇപ്പൊ തന്നെ അവൈലബിൾ ആക്കാനുള്ള ശ്രമം നടത്തും. അപ്പൊ അത് കുട്ടിന്റെ വാണ്ടാണ്, നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം. പിന്നെ ഈ കാത്തിരിക്കാനുള്ളത് കുറഞ്ഞപ്പോ പിന്നെ നമ്മളൊരു ബേബി ബൂമേഴ്സിന്റെ ഒക്കെ ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ 1950-കൾ 60-കൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു വിവരങ്ങൾ കിട്ടണമെങ്കിൽ, നമുക്കൊരു ഇൻഫോർമേഷൻ, ഒരു വാർത്ത അറിയണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ്, ഒരു ആസ്വാദനം കിട്ടണമെങ്കിൽ നമ്മളൊരു പുസ്തകം വായിക്കണം. ഒരു ആസ്വാദനം കിട്ടണമെങ്കിൽ ഒരു നോവൽ വായിക്കണം, അല്ലെങ്കിൽ ഒരു വിവരം കിട്ടണമെങ്കിൽ ജനറൽ നോളജ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പുസ്തകങ്ങൾ വായിക്കണം. ഇതിനൊരു 2 ആഴ്ച സമയമെടുക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ജനറേഷനിലേക്ക് വരുമ്പോൾ നമുക്കൊരു വാർത്ത അറിയണമെങ്കിലോ ഒരു എന്റർടൈൻമെന്റ് കാണണമെങ്കിലോ ഒക്കെ ടി വി വന്നപ്പോൾ നമുക്ക് ഒരു 2 മണിക്കൂർ ചെലവഴിച്ചാൽ മതി. പിന്നെ കൂടുതൽ പേരും ടിവിന്റെ മുമ്പിലായി. അവിടുന്ന് പിന്നെ ഒന്നും കൂടിയും കഴിഞ്ഞപ്പോൾ നമുക്ക് ഇന്റർനെറ്റ് വന്നു, യൂട്യൂബ് വന്നു. യൂട്യൂബിൽ ഒരു ആവറേജ് വീഡിയോന്റെ മിനിറ്റ് പറഞ്ഞാൽ 20 മിനിറ്റ് ആണ്. അപ്പൊ നമുക്ക് ഒരു വാർത്ത അറിയണമെങ്കിലോ എന്തെങ്കിലും കണ്ട് ആസ്വദിക്കണമെങ്കിലോ ഒരു 20 മിനിറ്റ് ചെലവഴിച്ചാൽ മതി. അങ്ങനെയൊക്കെ ഈ ദൈർഘ്യം അങ്ങനെ കുറഞ്ഞു വരികയാണ്. ഇപ്പോഴത്തെ പുതിയ ജനറേഷന് എന്തെങ്കിലും ഒരു ആസ്വാദനമോ ഒരു വിവരമോ കിട്ടണമെങ്കിൽ ഒരു 15 സെക്കൻഡ് ചെലവാക്കിയാൽ മതി. 15 സെക്കൻഡ് ഒരു റീൽസിലോ ഷോർട്സിലോ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടും. അപ്പോൾ അവിടെയും അവരുടെ ഇമ്പൾസീവ്നെസ് കുറയാണ്. അതാണ് പിന്നെ ആ ഇമ്പൾസ് കൺട്രോളിനെ വല്ലാതെ ബാധിക്കുന്ന സാഹചര്യത്തിലേക്കാണ് ജനറേഷൻ കഴിയും തോറും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ വളർന്നു വരുമ്പോൾ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ പ്രാക്ടീസ് ചെയ്യപ്പെടണം. എന്തെങ്കിലും നേടണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു എഫേർട്ട് വേണം, അതാണ് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ക്ഷമയെങ്കിലും വേണം, കുറച്ചേരൊന്ന് ക്ഷമിച്ച് നിൽക്കാനുള്ളത്. രണ്ടാമത്തത് ഇമോഷണൽ റെഗുലേഷൻ ആണ്. ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള ശേഷി കുട്ടികൾ വളർന്നു വരുമ്പോൾ തന്നെ നേടിയെടുക്കണം. അതെന്താന്നുള്ളത് നമ്മൾ പറയാം. പിന്നെ റെസ്പോൺസിബിലിറ്റി, കുട്ടികൾക്ക് ചെറുപ്പത്തിൽ റെസ്പോൺസിബിലിറ്റി എടുത്തുകൊണ്ടുള്ള ശീലങ്ങൾ വേണം. ഇപ്പം നമ്മൾ നോക്കിയാൽ കുട്ടികൾക്ക് അവകാശബോധം വളരെ കൂടുതലാണ്, റൈറ്റ്സിനെ കുറിച്ചുള്ള ബോധം വളരെ കൂടുതലാണ്. എന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ഏത് നമ്പറിൽ വിളിക്കണമെന്നും എവിടെ പരാതിപ്പെടണമെന്നും എല്ലാം കൃത്യമായിട്ട് അറിയാം, ആരോടൊക്കെ പറയണം, എനിക്ക് എന്തൊക്കെ അവകാശമുണ്ട് എന്നെല്ലാം. പക്ഷേ ഉത്തരവാദിത്ത ബോധം വളരെ കുറഞ്ഞു വരുന്ന പോലെ. അപ്പൊ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് പഠിക്കണം എന്നുള്ളതാണ്. ഇതാണ് നമുക്ക് വേണ്ടത്. ഇനി ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് 1000 days എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ 1000 ദിവസങ്ങൾ ഒരു കുട്ടി വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ പാരന്റിങ് സൈക്കോളജിയിൽ ഫസ്റ്റ് 1000 days എന്ന് പറയാറ്. ആ പ്രായം എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറിനകത്ത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ബില്യൺ കണക്കിന് ന്യൂറോൺ കണക്ഷനുകൾ ഉണ്ടാവും. ഇപ്പൊ കുട്ടി ജനിച്ചു കഴിഞ്ഞ് ഭൂമിയിലേക്ക് ആദ്യമായിട്ട് വരികയാണ്. ആ കുട്ടി കേൾക്കുന്ന ശബ്ദങ്ങൾ, കുട്ടി കാണുന്ന കാഴ്ചകൾ, കുട്ടി സ്പർശിക്കുന്ന സ്ഥലങ്ങൾ, ഇതെല്ലാം വിവരങ്ങളായിട്ട് ശേഖരിക്കുകയാണ്. എല്ലാം ശേഖരിച്ചു വെക്കുക. അപ്പൊ അത് ഭയങ്കരമായ ന്യൂറോൺ കണക്ഷൻസ് നടക്കുക. അപ്പോൾ ആ സമയത്ത് കുട്ടിയുടെ എൻവയോൺമെന്റ് നമ്മൾ കുട്ടിക്ക് നല്ലത് മാത്രം കിട്ടുന്ന രൂപത്തിൽ സെറ്റ് ചെയ്ത് വെക്കണം. എന്നാലേ ആ കുട്ടീൻ്റെ ന്യൂറോൺസ് എല്ലാം നല്ല രൂപത്തിൽ കണക്ട് ചെയ്യപ്പെടുള്ളൂ. അതുകൊണ്ടാണ് ആദ്യത്തെ ഫസ്റ്റ് 1000 days എന്ന് പറഞ്ഞാൽ ഏകദേശം 3 വയസ്സാണ്. അതുകൊണ്ടാണ് പൊതുവെ എല്ലാ സൈക്കോളജിസ്റ്റ്, ഡോക്ടേഴ്സ് എല്ലാം ആദ്യത്തെ 3 വർഷം കുട്ടിയെ ഒരു കാരണവശാലും സ്ക്രീൻ കാണിക്കരുത് എന്ന് പറയും. സ്ക്രീൻ കാണിക്കരുത്. കാരണം ആദ്യത്തെ 3 വർഷം തലച്ചോറിലേക്ക് കയറുന്നത് എന്തൊക്കെയാണ് എന്നുള്ളതിന് കൃത്യമായ ഫിൽട്ടറിങ് വേണം. ആ സമയത്ത് കയറുന്നതെല്ലാം പിന്നീട് സ്വഭാവത്തിൽ റിഫ്ലക്ട് ചെയ്യാനുള്ള നല്ല സാധ്യത ഉണ്ട്. അപ്പോൾ അവിടെ ആദ്യത്തെ 3 വർഷം നല്ല സ്ക്രീൻ ടൈമിൽ നല്ല ഫിൽട്ടറിങ് വേണം. അതേപോലെ ആ കുട്ടിക്ക് കിട്ടുന്ന ഒരു എൻവയോൺമെന്റിൽ നല്ലൊരു ഫിൽട്ടറിങ്ങും നമ്മൾ ചെയ്യണം ആദ്യത്തെ 3 വർഷം. ഈ റീൽസും ഷോർട്സും ഈ 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾ കാണുമ്പോൾ
അത് അവരുടെ ബ്രെയിനിന് ഭയങ്കരമായ അപകടം ഉണ്ടാക്കുന്നുണ്ട്. റീൽസും ഷോർട്സും 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾ കാണുമ്പോൾ ഭയങ്കര അപകടം ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വിർച്വൽ ഓട്ടിസം പോലത്തെ പുതിയ രോഗങ്ങൾ, ഡിസോർഡറുകൾ വരെ കുട്ടികൾക്ക് ഉണ്ടാവുന്നുണ്ട്. കുട്ടികൾ റീൽസ് കണ്ട് അതിലെ ക്യാരക്ടറിനെ പോലെ സംസാരിക്കുകയും അതിലെ ഭാഷകൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന രൂപത്തിലേക്ക് കുട്ടിക്ക് ഒരുതരം വിർച്വൽ ഓട്ടിസം വരുന്നത് വരെ 3 വയസ്സിന് താഴെ റീൽസും ഷോർട്സും കാണുമ്പോഴാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ആ കുട്ടിയുടെ ആദ്യത്തെ 1000 days എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി വളർന്നു വരുന്ന സമയത്ത് പിന്നെ കുട്ടിക്ക് കിട്ടേണ്ടത് പ്രത്യേകിച്ച് ഈ ആദ്യത്തെ സമയങ്ങൾ അവിടെ പിന്നെ മാതാവിൻ്റെ ഒരു പ്രോക്സിമിറ്റി, പ്രത്യേകിച്ച് ഉമ്മയുടെ പ്രോക്സിമിറ്റി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ സമയത്ത്. ഈ 0 to 12 പ്രത്യേകിച്ച് 3 മാസങ്ങളിലൊക്കെ പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ ശരീരങ്ങൾ തമ്മിലുള്ള അടുപ്പുണ്ടാവണം. ഈ ഫസ്റ്റത്തെ ആദ്യത്തെ മാസങ്ങളിൽ ഒരു കുട്ടിയുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ വരെ കൺട്രോൾ ചെയ്യാൻ ഉമ്മയുടെ ശരീരത്തിന് കഴിയുന്നതാണ്. അതാണ് തെർമൽ സിങ്ക്രണി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എത്രത്തോളം ഒരു ഉമ്മയുമായിട്ടുള്ള പ്രോക്സിമിറ്റി കൂടുന്നുണ്ടോ അത് കുട്ടിൻ്റെ പിന്നീടുള്ള ബിഹേവിയറിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുള്ളതാണ്. അത് കിട്ടാതായാൽ അതിൻ്റെതായ പ്രശ്നങ്ങളും എന്തെങ്കിലും കുട്ടി കാണിക്കും. പ്രത്യേകിച്ച് കോ സ്ലീപ്പിംഗ് എന്നൊക്കെ പറയും. കോ സ്ലീപ്പിംഗ് ഒക്കെ കുട്ടിയുമായി ഒരുമിച്ചുള്ള കിടത്തം, അതൊക്കെ ഉമ്മയും കുട്ടിയും ഒരുമിച്ചുള്ള കിടത്തം എത്രത്തോളം ഉണ്ടോ അത്രയും പിന്നീട് കുട്ടിയുടെ ബിഹേവിയറിൽ അത് നല്ല രൂപത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന. ഈ തെർമൽ സിങ്ക്രണി എന്നൊക്കെ പറഞ്ഞാൽ അത് ഉമ്മയുടെ ശരീരത്തിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. അതായത് ഇപ്പൊ കുട്ടിയുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ കുറഞ്ഞു എന്ന് വിചാരിച്ചോ. കുട്ടിയുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ കുറഞ്ഞാൽ ഉമ്മയുടെ ശരീരം സ്വയം ടെമ്പറേച്ചർ കൂട്ടിക്കൊണ്ട് കുട്ടിക്ക് ടെമ്പറേച്ചർ കൊടുക്കും. കുട്ടിയുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ കുറച്ച് ഹൈ ആയാൽ ഉമ്മയുടെ ശരീരം ടെമ്പറേച്ചർ കുറച്ചുകൊണ്ട് അതിനെ കുറക്കാൻ നോക്കും. ഇത് വളരെ ഓട്ടോമാറ്റിക്കലി നടക്കുന്ന ഒരു പ്രോസസ്സാണ് തെർമൽ സിങ്ക്രണി. അപ്പോൾ ഇങ്ങനെ ഉമ്മയുടെ ശരീരത്തിൽ നിന്ന് ഒരുമിച്ച് കിടക്കുമ്പോൾ കുട്ടിക്ക് കിട്ടുന്ന ഒരുപാട് സംഗതികളുണ്ട്. ഇതെല്ലാം കിട്ടേണ്ടത് ഈ സമയത്ത് അത് നല്ലവണ്ണം ആ എഫക്റ്റീവിൽ കിട്ടുമാണ്. അപ്പോൾ ഈ സമയത്ത് ചിലപ്പോൾ കുട്ടി ഏതെങ്കിലും തരത്തിൽ സെക്യൂർ ആണോ, റെസിസ്റ്റൻ്റ് ആണോ, അവോയ്ഡൻ്റ് ആണോ എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. അഥവാ കുട്ടിയിലേക്ക് എത്രത്തോളം നമ്മളുടെ ഒരു കണക്ഷൻ, ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് എന്നുള്ളതാണ്. അത് 1 വയസ്സിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രമല്ല, ഈ ഒരു 1, 2, 3, 4 വയസ്സ് ഈ ഒരു പ്രായങ്ങളിൽ ഉദാഹരണത്തിന് ഇതിന് പറയുന്ന ഒരു എക്സ്പെരിമെന്റ് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ പുറത്തേക്ക് പോവാന്ന് വിചാരിച്ചോ. നമ്മൾ പുറത്തേക്ക് പോവാണ്, കുട്ടിനെ വീട്ടിലാക്കിയിട്ട് ഉപ്പയും ഉമ്മയും അല്ലെങ്കിൽ വീട്ടിൽ വേറെ ആരും നമ്മൾ പുറത്തേക്ക് പോവാണ്. അപ്പോൾ വീട്ടിൽ ചിലപ്പോൾ നമ്മുടെ പാരൻസ് ഉണ്ടാവും, കുട്ടീൻ്റെ ഗ്രാൻഡ് പാരൻസ് ഉണ്ടാവും. അപ്പോൾ പുറത്തേക്ക് പോണ സമയത്ത് കുട്ടി ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. നമ്മൾ പോകുമ്പോൾ കുട്ടി ഭയങ്കരമായിട്ട് കരയുന്നു. നമ്മൾ തിരിച്ചു വരുമ്പോൾ കുട്ടി ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു, അതിനെ വെൽക്കം ചെയ്യുന്നു, കുട്ടിക്ക് ഭയങ്കര സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ കുട്ടി സെക്യൂർ ആണ് എന്നാണ് അർത്ഥം. കുട്ടി സെക്യൂർ ആണ്. ഇനി നമ്മൾ പോകുന്ന സമയത്ത് കുട്ടി വല്ലാതെ അസ്വസ്ഥമാകുന്നു, കുട്ടി കരയുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് കുട്ടി പ്രത്യേകിച്ച് ഭാവങ്ങളൊന്നും കാണിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ കുട്ടി റെസിസ്റ്റൻസ് സ്റ്റേജിലാണ് എന്നാണ്. കുട്ടിക്ക് നമ്മളെ അറ്റാച്ച്മെന്റിൽ എന്തോ പ്രശ്നം വരുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇനി അതല്ല, നമ്മൾ പോകുന്ന സമയത്ത് കുട്ടിക്ക് ഒരു പ്രശ്നമില്ല, നമ്മൾ പോകുന്നു, കുട്ടി അത് ഒരു പ്രശ്നമാക്കണില്ല, നമ്മൾ തിരിച്ചു വരുന്നു, അതും ഒരു പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ അതൊരു അവോയ്ഡൻസ് സ്റ്റേജ് ആണെന്നാണ് പറയുന്നത്. അഥവാ അവിടെ ഈ കുട്ടിയും മാതാവും അല്ലെങ്കിൽ കുട്ടിയും മാതാപിതാക്കളും തമ്മിൽ അറ്റാച്ച്മെന്റിൽ കാര്യമായി എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. ഇനി ഇത് ഏതെങ്കിലും ഒരു ദിവസം സംഭവിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് അങ്ങനെയാണ് ചിന്തിക്കരുത്. ഇത് സ്ഥിരമായി അങ്ങനെ ഉണ്ട്, അങ്ങനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലെന്താ ചെയ്യണം, അത് കൂട്ടാനുള്ള വർക്ക് നമ്മൾ ചെയ്യണം. ഇനി പിന്നീടുള്ള സമയങ്ങളിലേക്ക് വളർന്നു വരുമ്പോൾ കുട്ടിയെ ആരൊക്കെ നോക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഞാൻ പറഞ്ഞ കുട്ടിക്ക് 2 പാരന്റ് വേണം, ഒരു പാരന്റ് ഒരു കോ പാരന്റ്, അതൊരു മെയിലും ഫീമെയിലും ആകണം. പക്ഷേ ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് എറണാകുളം പോലത്തെ സിറ്റി ആണെങ്കിൽ ചിലപ്പോൾ 2 പാരൻസും വർക്കിംഗ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കുട്ടിയെ ഒരു 24 hours ഉള്ളിൽ ആരൊക്കെ നോക്കുന്നുണ്ട് എന്നത് പ്രധാനമാണ്. പ്രത്യേകിച്ച് ഈ 2 പാരന്റും കൂടെ അല്ലെങ്കിൽ അത് പലരും ആകാം. ചിലപ്പോൾ ഗ്രാൻഡ് പാരൻസ് ആവാം, അല്ലെങ്കിൽ നമ്മൾ പണം കൊടുത്ത് നിർത്തുന്ന ഒരു നേഴ്സ് ആവാം, അതല്ലെങ്കിൽ നമ്മൾ ഏൽപ്പിക്കുന്ന ഡേ കെയറിലെ അവിടുത്തെ സ്റ്റാഫ് ആവാം, നേഴ്സ് ആവാം, ഇങ്ങനെ പലരും ആകാം. അല്ലെങ്കിൽ നമ്മളൊരു ഡിസ്റ്റന്റ് റിലേറ്റീവ് ആവാം, അല്ലെങ്കിൽ ഒരു നൈബർ ആവാം, ഒക്കെ ആവാം. പക്ഷെ ആരാണെങ്കിലും ഈ സമയത്ത് കുട്ടിക്ക് കിട്ടുന്ന അറ്റൻഷൻ ഏറ്റവും പ്രധാനമാണ്. ചിലപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഡേ കെയറിലാക്കിയിട്ട് പോകാമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ 2 പേരും ജോലിക്ക് പോകുന്നുണ്ട്, കുട്ടീനെ ഡേ കെയറിലാക്കും. ഡേ കെയറിലാക്കുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ അവിടെ റേഷ്യോ കുറവാണ്. കാരണം കുട്ടികൾക്ക് കിട്ടുന്ന അറ്റൻഷൻ എന്ന് വെച്ചാൽ അവിടെ ചിലപ്പോൾ 10 പേർക്ക് ഒരാളായിരിക്കും, 10 പേരെ നോക്കാൻ ഒരാളായിരിക്കും. അപ്പൊ ആ 1:10 റേഷ്യോയിലാണ് കുട്ടിക്ക് കിട്ടുന്ന അറ്റൻഷൻ എന്നുള്ളത്. അതേസമയം നമ്മൾ വീട്ടിൽ കുട്ടിക്ക് കിട്ടുന്ന അറ്റൻഷൻ 1:1 ആണ്. കുട്ടിക്ക് ഉമ്മ എപ്പോഴും അവിടെ ഉണ്ടാവും, അതല്ലെങ്കിൽ ഉപ്പ ഉണ്ടാവും. അപ്പോൾ അത് കിട്ടിയില്ലെങ്കിലുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഉദാഹരണത്തിന്
പിന്നെ കുട്ടിയുടെ ഇമോഷൻസിനോടുള്ള ഒരു പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ് ചെറിയ പ്രായത്തിലെ. ഉദാഹരണത്തിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ കുട്ടിയെ നോക്കി ചിരിക്കുന്നു ഈ ഒരു പ്രായത്തിലുള്ള കുട്ടി ആ ചിരി ഐഡന്റിഫൈ ചെയ്യുകയും തിരിച്ച് കുട്ടി നമ്മളോട് ചിരിക്കാനുള്ള ഒരു ഭാവം മുഖത്ത് പ്രകടമാക്കുകയും ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. കുട്ടികളായതുകൊണ്ട് കുറച്ച് സമയമെടുക്കും. തിരിച്ച് കുട്ടി ചിരിക്കുന്ന സമയത്ത് നമ്മൾ കുട്ടിയിലേക്കല്ല നോക്കിയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് കുട്ടിക്ക് പ്രശ്നം ഉണ്ടാക്കും. കാരണം കുട്ടിൻ്റെ ഇമോഷൻ അവിടെ വാലിഡേറ്റ് ചെയ്യപ്പെടുന്നില്ല. ഇങ്ങനത്തെ കുറേ ഇൻസിഡന്റ് ഉണ്ടാവുക പ്രശ്നമാണ്. ഞാൻ വളരെ സൂക്ഷ്മ തലത്തിലുള്ള ഒരു സംഗതി പറഞ്ഞ അതുപോലും കുട്ടിയിൽ പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളതാണ്. അത്ര പോലും. അപ്പോൾ കുട്ടിയുടെ ഇമോഷൻസിനെ അത്രമേൽ പരിഗണിക്കേണ്ട പ്രായമാണ് ഈ സമയം എന്നുള്ളത്. അപ്പൊ ആര് നോക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. ആര് നോക്കിയാലും കുട്ടിക്ക് എത്രത്തോളം അറ്റൻഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളത് ഈ സമയത്ത് ഏറ്റവും പ്രധാനമാണ്. ഒരു 3 മുതൽ വയസ്സ് മുതൽ കുട്ടി ഒരു പുതിയ സോഷ്യൽ സെറ്റിങ്ങിലേക്ക് പോകും. സ്കൂൾ എന്നുള്ളൊരു സോഷ്യൽ സെറ്റിങ്ങിലേക്ക്. ഒരു കുട്ടിക്ക് സാധാരണ 3 സോഷ്യൽ സെറ്റിംഗ് ഉണ്ട് എന്നാ പറയാ. ഇപ്പൊ എന്തെങ്കിലും കുട്ടികളുടെ ബിഹേവിയർ ഒക്കെ ഉണ്ടെങ്കിൽ അത് 3 സോഷ്യൽ സെറ്റിങ്ങിലും അത് എങ്ങനെ പ്രകടമാക്കുന്നു എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും. ഇപ്പോൾ വീട് ഒരു സോഷ്യൽ സെറ്റിംഗ് ആണ്, സ്കൂൾ ഒരു സോഷ്യൽ സെറ്റിംഗ് ആണ്, കുട്ടിയുടെ കളിസ്ഥലം ഒരു സോഷ്യൽ സെറ്റിംഗ് ആണ്. അങ്ങനെ 3 സോഷ്യൽ സെറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇത് സ്കൂളിലേക്ക് പോവാണ്. സ്കൂളിലേക്ക് പോകുമ്പോൾ കുട്ടിൻ്റെ ഒരു ഡിപ്പെൻഡൻസി കുറച്ചും കൂടി കൂടുകയാണ്. കുട്ടി പാരൻസിൽ നിന്ന് പുതിയ ടീച്ചേഴ്സ് എന്നുള്ളൊരു മുതിർന്ന ആളുകൾ ഡിപ്പെൻഡൻസി ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു പിയർ ഗ്രൂപ്പിലേക്ക് പോകും. ഇങ്ങനെ പോകുന്ന സമയത്ത് കുട്ടിയുടെ സ്വഭാവത്തിൽ അവിടുന്ന് കിട്ടുന്ന സ്വഭാവം കൂടി നമുക്ക് കാണാൻ കഴിയും. കുട്ടിയുടെ സംസാരങ്ങളിൽ, കുട്ടീൻ്റെ ബിഹേവിയറിലൊക്കെ പലതും കാണാൻ കഴിയും. അപ്പോൾ ഈ സമയത്ത് അവിടെ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് കറക്റ്റ് ചെയ്യാനും വേണ്ട രൂപത്തിൽ അതിനെ പോളിഷ് ചെയ്ത് ഡെവലപ്പ് ചെയ്യാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. ഇപ്പോൾ കുട്ടി പുറത്തു പോകുന്നൊരു സമയമായിരിക്കും ഈ സമയം എന്നുള്ളത്. ഇനി 6 മുതൽ 9 വയസ്സ് വരെയുള്ള സമയം ഇത് കുറച്ചും കൂടിയും വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. കാരണം ഇത് ചൈൽഡ്ഹുഡിന്റെ ലാസ്റ്റ് സ്റ്റേജാണ്. ഈ സമയത്ത് കുട്ടിയുമായി കൃത്യമായ ഒരു കണക്ഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. കണക്ഷൻ അഥവാ ഈ സ്റ്റേജിന് പ്രീ അഡോളസൻസ് പീരീഡ് എന്നും കൂടി പറയും. പ്രീ അഡോളസൻസ് പീരീഡ് കൗമാരത്തിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജാണ്. കൗമാരത്തിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ എന്തൊക്കെ സംഭവിക്കാനിടയുണ്ടോ അതിൽ നിന്നെല്ലാം നമ്മൾക്ക് കുട്ടിയിൽ ഒരു കൺട്രോൾ കിട്ടണമെങ്കിൽ ഈ പീരീഡിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. ഈ സമയത്ത് കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്താലേ ആ സമയത്ത് നമുക്ക് ആ ഒരു അറ്റാച്ച്മെന്റ്, ഒരു ഇമോഷണൽ കണക്ഷൻ, ആ സെക്യൂരിറ്റി കുട്ടിക്ക് ഫീൽ ചെയ്യുള്ളൂ. ഈ സമയത്ത് കണക്ഷൻ ഇല്ലാതായാൽ അഡോളസൻസിലേക്ക് എത്തുന്ന സമയത്ത് കുട്ടി നമ്മളോട് കണക്റ്റഡ് അല്ലെങ്കിൽ മറ്റെവിടെങ്കിലും പോയി കണക്റ്റഡ് ആവും. അത് ചിലപ്പോൾ മറ്റെവിടെങ്കിലും എന്ന് വെച്ചാൽ അത് ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികളോടാവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുക്കളോടാവാം, എന്തിനോടാവാം. അതാണ് സത്യത്തിൽ അഡിക്ഷനിലേക്കൊക്കെ പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. ഇത് മാത്രമാണെന്നല്ല, ഒരു പ്രധാനപ്പെട്ട കാരണം. കാരണം കണക്ഷൻ ഇല്ലാതാകുന്നത് ഡിസ്ലൊക്കേഷനിലൂടെയാണ്. അതായത് മനസ്സിന്റെ സ്ഥാനചലനത്തിലൂടെയാണ് കണക്ഷൻ ഇല്ലാതാവുന്നത്. അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് എവിടെയെങ്കിലും കണക്റ്റഡ് ആയിട്ടില്ലെങ്കിൽ, നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ അത് എവിടെയെങ്കിലും കിട്ടൽ അത്യാവശ്യമാണ്. അത് ഉമ്മയും ഉപ്പയുമായിട്ട് വീട്ടിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അത് ചിലപ്പോൾ ലഹരി വസ്തുവിലായിരിക്കും കിട്ടുക, അത് ചിലപ്പോൾ അശ്ലീല വീഡിയോകളിലായിരിക്കും കിട്ടുക, അത് ചിലപ്പോൾ ഏതെങ്കിലും ഗെയിംസിലായിരിക്കും കിട്ടുക, അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രണയബന്ധത്തിലായിരിക്കും കിട്ടുക. ഇങ്ങനെ എന്തിലെങ്കിലും പോയി ഇത് കണക്റ്റഡ് ആവും. അപ്പോൾ അവർക്ക് അതിൽ നിന്നൊരു ആശ്വാസം കിട്ടും. അത് അവരുടെ ഒരു ഐഡന്റിറ്റി ആയിട്ട് മാറും. പിന്നെ അവർ അതിൻ്റെ വഴിയിലായിരിക്കും അവർ പോവുക. അപ്പോൾ ഈ ഡിസ്ലൊക്കേഷൻ ആണ് ഇവരെ ഏതെങ്കിലും തരത്തിലുള്ള അഡിക്ഷനിലേക്ക് എത്തുന്നത്. സാധാരണ അഡിക്ഷന്റെ ഓപ്പോസിറ്റ് എന്താന്ന് ചോദിച്ചാൽ അത് ഡി അഡിക്ഷൻ എന്നുള്ളതല്ല പറയാറ്. സൈക്കോളജിക്കലി അഡിക്ഷന്റെ ഓപ്പോസിറ്റ് കണക്ഷൻ ആണെന്നാണ് പറയാറ്. കണക്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് അഡിക്ഷനിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ കണക്ഷൻ ഉണ്ടാക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കണക്ഷൻ ഉണ്ടാക്കേണ്ട സ്റ്റേജ് ഇവിടെയാണ്, ഈ 6 to 9 എന്നുള്ള ഈ പ്രായത്തിലാണ്. ഈ പ്രായത്തിലാണ് ഇനി കൗമാരത്തിലേക്ക് എത്തുമ്പോൾ കുട്ടി അനുഭവിക്കാൻ പോകുന്നതും കൂടി നമ്മൾ കുട്ടിയോട് സംസാരിക്കേണ്ടത്. ആ സമയത്തേക്ക് എത്തുമ്പോൾ കുട്ടിയിൽ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവും. കുട്ടി പുതിയത് പലതും എക്സ്പീരിയൻസ് ചെയ്യും. കുട്ടിക്ക് സെക്ഷൽ തോട്ട്സ് വരും. കുട്ടി പല രൂപത്തിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ പോവുകയായിരിക്കും. അപ്പം അതിനെക്കുറിച്ചെല്ലാം നമ്മൾ പാരൻസ് സംസാരിക്കേണ്ടതും ഈ പ്രായത്തിലാണ്. ഇപ്പോൾ കുട്ടിയോട് നമ്മൾ സ്ഥിരമായി പറയാറുള്ള ബാഡ് ടച്ചും ഗുഡ് ടച്ചും ഒക്കെ പറയാൻ പറ്റിയ സമയം ഇതാണ്. അതേപോലെ നമുക്ക് പറയാം, നാളെ നീ ഇനി അഡോളസൻസിലേക്ക് പോകണം, നിന്റെ ശരീരത്തിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. അത് പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് ഇനി പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയാം. ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് വെഡ് ഡ്രീംസ്, സ്വപ്നത്തിൽ സ്ഖലനം സംഭവിക്കുന്ന സംഗതികൾ ഉണ്ടാകും എന്ന് പറയാം. ഇതൊക്കെ നമ്മൾ പാരൻസ് തന്നെ സംസാരിച്ചാലുള്ള ഗുണം എന്താന്ന് വെച്ചാൽ
ഈ വിഷയവുമായി എന്തുണ്ടെങ്കിലും അവർ നമ്മളിലേക്ക് തന്നെ വരും. ഈ വിഷയവുമായി എന്തുണ്ടെങ്കിലും, അതല്ലെങ്കിൽ അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടാണ് ഇതെല്ലാം സംസാരിക്കുക. അത് അവരുടെ പ്രായത്തിലുള്ളവരായിരിക്കും. അവർക്ക് അവരെ ഗൈഡ് ചെയ്യാനോ മിസ്ഗൈഡ് ചെയ്യാനോ അത് അവരുടെ ബുദ്ധിയും സ്വഭാവവും വെച്ചായിരിക്കും ആ കുട്ടി പോവുക. അപ്പൊ ഈ സമയത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരിക്കേണ്ടത്. ഇപ്പൊ ഈ പ്രായത്തിൽ നമുക്ക് ഈ സമയത്ത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, നാളെ നീ സ്കൂളിലേക്ക് പോകുമ്പോൾ പിന്നെ നിന്റെ മുമ്പിലേക്ക് ഒരു കഞ്ചാവുമായിട്ട് ഒരു കുട്ടി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നിന്നോടൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറയും. അത് നീ ട്രൈ ചെയ്ത് നോക്കിയാൽ ഇങ്ങനെ ഇതൊക്കെ നമുക്ക് കുട്ടി എന്തൊക്കെ ഫേസ് ചെയ്യാൻ പോകുന്നുണ്ടോ അതിനെയെല്ലാം ഈ സമയത്ത് നമുക്ക് സംസാരിക്കാൻ പറ്റിയ സമയമാണിത്. മാത്രമല്ല, അങ്ങനെ പറഞ്ഞാൽ കുട്ടി അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തുമ്പോൾ കുട്ടിക്ക് ഒരു സ്ട്രേഞ്ച് ഫീൽ ഉണ്ടാവില്ല. അതിനെ അഭിമുഖീകരിക്കുക. ഏതെങ്കിലും ഒരു കുട്ടി പിന്നെ കുട്ടികളുടെ മുമ്പിൽ നിർബന്ധമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് ആൺകുട്ടികളുടെ മുമ്പിലും ഒരു പിന്നെ ഹൈസ്കൂൾ ലെവലിലേക്കൊക്കെ എത്തുമ്പോൾ അവരുടെ മുമ്പിലേക്ക് ഏതെങ്കിലും ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു അശ്ലീല വീഡിയോ എത്തും, അവൻ്റെ മുമ്പിലേക്ക് എത്തും. ഒരു സിഗരറ്റോ കഞ്ചാവിൻ്റെ പാക്കോ എത്തും. ഇത് ഉറപ്പാണ്. ഇതാദ്യമേ നമ്മുടെ കുട്ടിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഇവനൊരു ബോധം ഉണ്ടാവും, നമ്മളുമായിട്ടുള്ളൊരു അറ്റാച്ച്മെന്റ് ബോധം ഉണ്ടാവും. അത് അവനെ ഇതിൽ നിന്ന് തടയാൻ കുറച്ചെങ്കിലും സഹായിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ സമയത്ത് ഈ രൂപത്തിലുള്ള എഡ്യൂക്കേഷനും കമ്മ്യൂണിക്കേഷനും എല്ലാം നടക്കേണ്ട, ഏറ്റവും നല്ല കണക്ഷൻ നടക്കേണ്ട സമയമാണ്. കണക്ഷൻ എങ്ങനെ നടക്കണം എന്നുള്ളത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. പിന്നെ കൗമാരത്തിലേക്ക് എത്തുന്ന സമയമാണ്. കൗമാരത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ കുട്ടി സ്വാഭാവികമായിട്ടും കുട്ടിയിൽ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ വന്ന് കുട്ടിയിൽ ശാരീരിക മാനസിക മാറ്റങ്ങളൊക്കെ വരും. പിന്നെ ദേഷ്യം കൂടും. കുട്ടി കൗമാരത്തിലേക്ക് എത്തിയെന്ന് നമ്മളും മനസ്സിലാക്കണം. കുട്ടിക്ക് ദേഷ്യവും കാര്യങ്ങളും എന്തൊക്കെ കുറച്ചും കൂടി, കാരണം കുട്ടിൻ്റെ ഇമോഷൻസിനെ ചിലപ്പോൾ കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. ഞാൻ ഏത് ഒരു കമ്മ്യൂണിറ്റിൻ്റെ ഭാഗമാണ്, എന്താണ് എൻ്റെ ഐഡൻറ്റിറ്റി, ആ ഐഡൻറ്റിറ്റി ക്രൈസിസ് ഫേസ് ചെയ്യുന്ന സമയമാണ്. മാത്രമല്ല, പിന്നെ ഞാൻ മുതിർന്നവനായി എന്നും സ്വയം തീരുമാനമെടുക്കാനായി എന്നുള്ളൊരു തോന്നലും, എന്നാൽ ബ്രെയിൻ സ്വയം തീരുമാനമെടുക്കാൻ ഉള്ള ഒരു അവസ്ഥയിൽ എത്തിയിട്ടും ഇല്ലാത്ത ഒരു പ്രായം കൂടിയാണ് കൗമാരം എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അബദ്ധങ്ങളിൽ പോയി ചാടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ സമയത്ത് സ്വന്തമായ ഒരു ഐഡന്റിറ്റി, ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ്. അപ്പം അതുവരെ നമ്മൾ പറയുന്നതായിരിക്കും കുട്ടി ഉപയോഗിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന രൂപത്തിലായിരിക്കും നടന്നിട്ടുണ്ടാവുക. നമ്മൾ പറയുന്ന പേസ്റ്റിന്റെ ബ്രാൻഡായിരിക്കും കുട്ടി തേച്ചിട്ടുണ്ടാവുക, നമ്മൾ പറയുന്ന വസ്ത്രമായിരിക്കും, നമ്മൾ പറയുന്ന ഹെയർ സ്റ്റൈലായിരിക്കും, നമ്മൾ പറയുന്ന ഷൂ ആയിരിക്കും, ഒക്കെ നമ്മൾ പറയുന്നതായിരിക്കും. പക്ഷെ പിന്നെ സ്വന്തമായ അഭിപ്രായങ്ങൾ വരും. ആ സ്വന്തമായ അഭിപ്രായം വരുന്ന സമയത്ത് അവനെ അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം, അല്ലെങ്കിൽ അവളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. എങ്ങനെ? ഹറാമല്ലാത്ത എന്തെങ്കിലും ആണ് പറയുന്നതെങ്കിൽ, ഹറാമല്ലാത്ത എന്തെങ്കിലും ആണെങ്കിൽ ആ പ്രായത്തിൽ നമ്മൾ അതിനെ എതിർക്കേണ്ടതില്ല. കാരണം ഈ സമയത്ത് നമ്മൾ കുട്ടിയുടെ ചെറിയ ചെറിയ കുട്ടി സ്വയം ഡെവലപ്പ് ചെയ്യുന്ന അവൻ്റെ ഒരു ഐഡന്റിറ്റി ഉണ്ട്. അത് ചിലപ്പോൾ അവൻ്റെ ഹെയർ സ്റ്റൈൽ ആവാം, അവൻ്റെ ഡ്രസ്സിങ് ആവാം, അങ്ങനെ ചെറിയ ചെറിയ സംഗതികൾ. അതിനോടൊക്കെ നമ്മൾ എപ്പോഴും സംഘർഷത്തിലായിരിക്കും. ഉമ്മയും ഉപ്പയും എപ്പോഴും ഈ സംഘർഷം ഇത് നമ്മളിൽ നിന്ന് കുട്ടീനെ എങ്ങനെ ഡിറ്റാച്ച് ചെയ്യാണ്. അപ്പൊ അതിലെന്തെങ്കിലും ഹറാമല്ലാത്തതാണെങ്കിൽ അതിനൊന്നും പ്രത്യേകിച്ച് എന്ത് ചെയ്യേണ്ടില്ല, തടയേണ്ടതില്ല. അവൻ്റെ പേഴ്സണാലിറ്റിയെ, അവളുടെ പേഴ്സണാലിറ്റിയെ നമ്മൾ അംഗീകരിക്കണം. അവരുണ്ടാക്കി കൊണ്ടുവരുന്ന അവരുടെ ഐഡന്റിറ്റിയെ നമ്മൾ അംഗീകരിക്കണം എന്നുള്ളതാണ്. ഇനി ബ്രെയിനിന്റെ രണ്ട് ഭാഗം ജസ്റ്റ് ഒന്ന് പറയുകയാണ്. സാധാരണ അപ്പർ ബ്രെയിൻ, ലോവർ ബ്രെയിൻ എന്ന് പറയും. അപ്പർ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെയാണ് ഈ തീരുമാനങ്ങൾ എടുക്കുന്ന, കുറച്ചും കൂടി യുക്തിപരമായി ചിന്തിക്കുന്നത് അപ്പർ ബ്രെയിനിലാണ്. ലോവർ ബ്രെയിൻ കംപ്ലീറ്റ്ലി ഇമോഷൻസ് ആണ്. എല്ലാ ഇമോഷൻസും നടക്കുന്നത് അവിടെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കുട്ടിയെ ഒരു പക്വതയുള്ള ഒരു കുട്ടിയാക്കി മാറ്റാൻ, ഒരു കാര്യബോധമുള്ള ഒരു കുട്ടിയാക്കി മാറ്റാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഇമോഷൻസിലാണ്. ആ ഇമോഷൻസ് എന്നുള്ളത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അത് ചെറുപ്പം തൊട്ടേ നമ്മൾ വളരെ കോൺഷ്യസ് ആയിട്ട് നമ്മൾ പിന്നെ കെയർ ചെയ്യേണ്ട ഒരു സംഗതിയാണ് ഇമോഷൻസ് എന്നുള്ളത്. ഇതിൽ നമ്മൾ കുട്ടി ഏതെങ്കിലും തലത്തിൽ നമ്മളോട് പെരുമാറുന്ന സമയത്ത് നമ്മൾ തിരിച്ച് പെരുമാറുന്നത് പിന്നെ നെഗറ്റീവായ രൂപത്തിലാണെങ്കിൽ കുട്ടിൻ്റെ ലോവർ ബ്രെയിനാണ് സ്ട്രെങ്തൻ ചെയ്യപ്പെടുക. ലോവർ ബ്രെയിനാണ് കുട്ടിൻ്റെ കൂടുതൽ അതിന് പ്രാക്ടീസ് ചെയ്യപ്പെടുക, അല്ലെങ്കിൽ വർക്ക് ചെയ്യുക, ആക്റ്റീവ് ആകുക. അതല്ല, നമ്മൾ കുട്ടിയോട് ശരിയായ രൂപത്തിലാണ് പെരുമാറുന്നുണ്ടെങ്കിൽ കുട്ടിയുടെ അപ്പർ ബ്രെയിനാണ് എന്ത് ചെയ്യുക, ഒരു പ്രാക്ടീസിങ്ങിൽ ചെയ്തിട്ട് ശരിയായ രൂപത്തിലേക്ക് വളരുക. അപ്പോൾ ലോവർ ബ്രെയിനാണ് കുട്ടീൻ്റെത് വളർന്നു വരുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ, കുട്ടി എപ്പോഴും പ്രശ്നക്കാരനായിരിക്കും നമ്മുടെ മുമ്പിൽ. കുട്ടി എപ്പോഴും പൊട്ടിത്തെറിച്ചുകൊണ്ടായിരിക്കും, എപ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ടായിരിക്കും, പറയുന്നതൊന്നും കേൾക്കുന്നുണ്ടാവില്ല, കുട്ടിക്ക് തന്നെ സ്വയം കൺട്രോൾ ഉണ്ടാവില്ല. അപ്പം എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യണത്? ആരാ? ഈ ലോവർ ബ്രെയിനാണ്. അപ്പർ ബ്രെയിൻ എന്ന് വെച്ചാൽ അത് ഒരു പക്വത എത്തിയ, പിന്നെ കുറച്ച് കാര്യബോധമുള്ള, കുറച്ച് ക്ഷമിക്കാൻ കഴിവുള്ള, നല്ല തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ബ്രെയിനാണ്. അപ്പൊ എങ്ങനെയാണ് അപ്പർ ബ്രെയിനെ, നമ്മളെ മക്കളുടെ അപ്പർ ബ്രെയിനെ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് നല്ല രൂപത്തിലേക്ക് കൊണ്ടുവരാൻ ചോദിച്ചാൽ, അത് നമ്മളുടെ ഇമോഷനെ നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്തുമ്പോഴാണ്. അഥവാ കുട്ടികളെ പാരന്റിങ് എന്ന് പറഞ്ഞാൽ
കുട്ടികളെ കൺട്രോൾ ചെയ്യലല്ല, കുട്ടി എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നമ്മളെ കൺട്രോൾ ചെയ്തുകൊണ്ട് കുട്ടിയോട് പെരുമാറലാണ്. അഥവാ നമ്മളുടെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യലാണ് അതിൽ ഏറ്റവും പ്രധാനം. നമ്മൾ എപ്പോഴും കുട്ടിയോട് ദേഷ്യപ്പെടുകയാണെങ്കിൽ, അത് എപ്പോഴും കുട്ടിയിൽ പേടി ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടിയുടെ അപ്പർ ബ്രെയിൻ വർക്ക് ചെയ്യില്ല, ലോവർ ബ്രെയിൻ ആയിരിക്കും എപ്പോഴും ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുക. നമ്മൾ കുട്ടിയോട് കാമായിട്ടാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ, കാമായിട്ട് നിൽക്കുക എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം അനുവദിച്ചു കൊടുക്കലല്ല, അനുവദിക്കാത്തത് അനുവദിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ കാമായിട്ടാണ് അത് പറയണമെന്നുണ്ടെങ്കിൽ, നമ്മൾ വളരെ കൂളായിട്ടാണ് കുട്ടിൻ്റെ കൂടെ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് കുട്ടിൻ്റെ അപ്പർ ബ്രെയിനെയാണ് ഡെവലപ്പ് ചെയ്യുക. അപ്പോഴാണ് കുട്ടി ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ പഠിക്കുകയുള്ളൂ, ഒരു പക്വതുള്ള കുട്ടിയായിട്ട് മാറുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ എത്രത്തോളം കുട്ടിയിൽ പേടി കൂട്ടുന്നോ അത്രയും അത് ലോവർ ബ്രെയിനെ സ്ട്രെങ്തൻ ചെയ്യും, ശക്തിപ്പെടുത്തും. എത്രത്തോളം നമ്മൾ കാമാകുന്നോ ആ കാമായ അവസ്ഥ കുട്ടിയുടെ അപ്പർ ബ്രെയിനെ ശക്തിപ്പെടുത്തും എന്നുള്ളതാണ്. ഇനി നമ്മളെ ഡിസിപ്ലിനും ബിഹേവിയറും അല്ല. അപ്പോൾ കുട്ടിയെ നമ്മൾ പല രൂപത്തിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കുട്ടിയിൽ കണ്ടാൽ അത് ചെയ്യുന്നതിന് നമ്മൾ ചിലപ്പോൾ നമ്മൾ ഒച്ചയിടും, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തും, നമ്മൾ ബ്ലാക്ക് മെയിൽ ചെയ്യും, ഇങ്ങനെ പലതും നമ്മൾ സംസാരത്തിൽ വരും, അല്ലെങ്കിൽ നമ്മൾ അടിക്കും, ഇതൊക്കെ ചെയ്യും. ഇത് ഇങ്ങനെ സ്ഥിരമായി നടന്നാൽ കുട്ടി വളർന്നു വരുമ്പോൾ രണ്ടവസ്ഥയിലാവുക. ഒന്നെങ്കിൽ കുട്ടി ഭയങ്കര ഒരു അഗ്രസീവ് ക്യാരക്ടറാവും, ഒരു ഡൊമിനന്റ് അഗ്രസീവ് ക്യാരക്ടറാവും. കുട്ടി എല്ലാവരോടും അങ്ങനെ ആയിരിക്കും. കുട്ടി സ്കൂളിൽ പോയാലും അല്ലെങ്കിൽ കളിസ്ഥലത്തും കുട്ടിൻ്റെ ഒരു പ്രകൃതം തന്നെ അങ്ങനെ ആയിരിക്കും. നമ്മളെ മുമ്പ് ചിലപ്പോൾ അടങ്ങിയിരിക്കും, പക്ഷെ പുറത്തു പോയാൽ അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും വെച്ചാൽ അവരുടെ ബ്രെയിൻ ഒരു ഷട്ട് ഡൗൺ പ്രോസസ്സിലേക്ക് പോകും. അഥവാ കുട്ടി ഒരു വികാരം ഉണ്ടാവില്ല, വളരെ സൈലന്റ് ആയി, ഒന്നിനോടും താല്പര്യമില്ലാത്ത ഒരു സൈലന്റ് ആയി നടക്കുന്ന രൂപത്തിലായിരിക്കും ഉണ്ടാവുക. ഇതെന്തുകൊണ്ടാന്ന് വെച്ചാൽ കുട്ടിക്ക് നമ്മളടുത്ത് നിന്ന് കൂടുതലും കിട്ടിയത് ഭയമാണ്, പേടിയാണ്. അത് കൂടുതൽ ഭീഷണിപ്പെടുത്തുക, കുട്ടീനെ കൂടുതൽ അടിക്കുക, ഈ രൂപത്തിലാണെങ്കിൽ ഇതിലേക്ക് പോകും. ഇപ്പോൾ ബുള്ളിങ് ചെയ്യുന്ന കുട്ടികൾ, അതായത് സ്കൂളിൽ പോയാൽ മറ്റു കുട്ടികളെ വെർബലി അബ്യൂസ് ചെയ്യുക, ഫിസിക്കലി അബ്യൂസ് ചെയ്യുക, ഇങ്ങനത്തെ കുട്ടികളുണ്ടാവും. അത് ടീച്ചേഴ്സിനോട് ചോദിച്ചാൽ ശരിക്കറിയാം. ഇങ്ങനത്തെ കുട്ടികൾ കൂടുതലും ഉണ്ടാകുന്നത് വീട്ടിൽ നിന്ന് അടി കിട്ടുന്ന കുട്ടികളാണ് എന്നാണ്. വീട്ടിൽ നിന്ന് സ്ഥിരമായി അടി കിട്ടുന്ന കുട്ടികൾ മറ്റു കുട്ടികളെ സ്ഥിരമായി ഉപദ്രവിക്കുന്നതാണ്. അതാണ് ബുള്ളിങ്ങിന്റെ ചൈൽഡ്ഹുഡിൽ ഉണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ വെച്ചാൽ നമ്മളുടെ സംസാരം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളുടെ ലാംഗ്വേജ് ഉണ്ടല്ലോ, നമ്മളെ ഭാഷ, നമ്മളെ ഗ്രാമർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കുട്ടി എന്തെങ്കിലും ഒരു പ്രശ്നം ചെയ്തപ്പോൾ കുട്ടി ഫോണിലാണെന്ന് വിചാരിച്ചോ, അപ്പൊ നമ്മൾ പറയാണ് എപ്പോൾ നോക്കിയാലും ഫോണിലാണ്, എപ്പോൾ നോക്കിയാലും, എപ്പോഴും എന്നുള്ള സംഗതി ഉണ്ടല്ലോ, എപ്പോഴും ഫോണിലാണെന്നുള്ളത്, അത് കുട്ടിയിലെ നെഗറ്റീവ് സാധനങ്ങൾ ഉണ്ടാക്കും. അഥവാ എന്തെങ്കിലും നെഗറ്റിവിറ്റി അല്ലെങ്കിൽ മോശം ബിഹേവിയർ കുട്ടി ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ജനറലൈസ് ചെയ്യരുത്, അത് ആ സ്പെസിഫിക് മൊമെന്റിലേക്ക് ഒതുക്കണം, ജനറലൈസ് ചെയ്യരുത്. ഇപ്പൊ കുട്ടി എന്തെങ്കിലും മോശം ബിഹേവിയർ കാണിച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ പറയാ ഏത് നേരവും ഇങ്ങനെയാണ്, ഏത് നേരവും ഇപ്പോൾ ചുമരിൽ വരച്ചോണ്ടാണ് ഒരു എക്സാമ്പിൾ. അപ്പോൾ കുട്ടിയെ ഇങ്ങനെ നമ്മൾ ഒരു സാധനത്തിന് അവൻ്റെ പെർമനന്റ് ബിഹേവിയർ ആയിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവൻ്റെ ഉള്ളിലുള്ള ബോധം ഞാൻ ഇങ്ങനെയാണെന്നാ, പിന്നെ അവൻ അങ്ങനെ തന്നെ ആവുള്ളൂ. ഇനി എന്തെങ്കിലും നല്ല കാര്യം ചെയ്താൽ, ഇപ്പൊ എന്തെങ്കിലും ഇപ്പോൾ കുട്ടി ഒരു ദിവസം ചിലപ്പോൾ ഒരു റൂം മുഴുവൻ ക്ലീൻ ആക്കി, ഇന്നെങ്കിലും ഒന്ന് ക്ലീൻ ആക്കിയല്ലോ. അപ്പോൾ ഒരു നല്ല കാര്യം ചെയ്തപ്പോൾ അതിനൊരു സ്പെസിഫിക് മൊമെന്റിലേക്ക് ഒതുക്കി, ഇന്നെങ്കിലും ഒന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ഇപ്പോൾ ഇതൊന്നും ആരും പ്രതീക്ഷിക്കണില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെ നേരെ ഓപ്പോസിറ്റിലാക്കേണ്ടത്, എൻ്റെ മോൻ എപ്പോഴും റൂം ക്ലീൻ ചെയ്യും, അതിന് നമുക്ക് ജനറലൈസ് ചെയ്യാം. എൻ്റെ മോൻ എപ്പോഴും റൂം ക്ലീൻ ചെയ്യും. എന്ത് ചെറിയ നന്മ ചെയ്താലും അതിനെ വളരെ ജനറലൈസ് ചെയ്ത് പോസിറ്റീവായിട്ട് പറയാം. എന്തെങ്കിലും മോശം ബിഹേവിയർ കാണിച്ചാൽ അതിന് ആ സ്പെസിഫിക് മൊമെന്റിലേക്ക് മാത്രം ഒതുക്കുക. ഇപ്പൊ കുട്ടി മറ്റു കുട്ടനായിട്ട് തല്ലുന്നു, അവന്റെ ചെറിയ സഹോദരനായിട്ട് തല്ലുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എപ്പോഴും ഇവൻ അടിക്കലാണ് പണി, ഇങ്ങനെ സ്ഥിരമായി ഇവനെ തല്ലലാണ് എന്ന് പറയുമ്പോൾ ആ കുട്ടിയിൽ ഉണ്ടാവുന്നത് ഞാൻ എപ്പോഴും ഇവൻ അടിക്കുന്ന ആളാണ് എന്നാണ്. അപ്പൊ നമ്മളെ ലാംഗ്വേജ് ഭയങ്കര പ്രധാനമാണ്, അത് കുട്ടിയിൽ ഉണ്ടാക്കുന്ന എഫക്റ്റ് വളരെ പ്രധാനമാണ്, അതിന്റെ ടോൺ വളരെ പ്രധാനമാണ്. നമ്മൾ എങ്ങനെ കുട്ടിനോട് സംസാരിക്കുന്നത്, നമ്മളെപ്പോഴും ഒച്ചയിട്ട് സംസാരിക്കുന്ന പാരൻസ് ആണെങ്കിൽ നമ്മൾ കുട്ടിയും ഒച്ചയിട്ട് സംസാരിക്കുന്ന ഒരാളായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കല്ലേ, നമ്മൾ ചിലപ്പോൾ കുട്ടികളോട് പറയില്ലേ, നീ ആരുടെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒച്ചിടാൻ, വാപ്പാനോടാണ് അവിടെ ഒച്ചിടണമെന്ന് ചോദിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്നറിയോ? വാപ്പ എപ്പോഴും ഒച്ചിട്ടിട്ടാണ്. നമ്മളെപ്പോഴും ഒച്ചിട്ട് സംസാരിച്ചാൽ കുട്ടിയും ഒച്ചിട്ട് സംസാരിക്കും. നമ്മളെപ്പോഴും ദേഷ്യപ്പെടുന്ന ആളാണെങ്കിൽ കുട്ടി എപ്പോഴും ദേഷ്യപ്പെടും. നമ്മളെപ്പോഴും കാമാണെങ്കിൽ കുട്ടിയും കാമായിരിക്കും. പക്ഷെ നമുക്ക് കാമാകാൻ കഴിയൂല, അതുകൊണ്ട് കുട്ടിക്കും കാമാകാൻ കഴിയൂല. ഇതാണ് അതിലുള്ളത്. നമ്മളെ മിറർ ചെയ്യാണ് കുട്ടി, നമ്മളെ ഇമോഷൻസിനെ ഡൗൺലോഡ് ചെയ്യും. നമ്മളെ ഇമോഷൻസിനെ കുട്ടി ഡൗൺലോഡ് ചെയ്യും, അതിനെ മിറർ ചെയ്യും. അത് തന്നെയാണ് കുട്ടി കാണിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ ഈ പ്രൊഡക്റ്റ് വളർന്നു വരേണ്ടത് അതുപോലെ ഞാനായാൽ മതി.
അതുപോലെ ഞാനായാൽ മതി, എന്നാൽ അതേപോലത്തെ സാധനത്തിന് കിട്ടും. അതിനാണ് ഏറ്റവും പണി. ഞാൻ പറഞ്ഞില്ല മദ്യത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞില്ലേ, അതിനാണ് ഏറ്റവും പണി. അതിനാണ് സൊബർ എന്ന് പറഞ്ഞ സംഗതി വേണ്ടത്. ഭയങ്കര ക്ഷമങ്ങൾ. ഖുറാനിൽ വൈരി ഹിസാബ് എന്നാ പറഞ്ഞത്. കണക്കില്ലാതെ പ്രതിഫലം കൊടുക്കുന്ന ഒരേ ഒരു കർമ്മം പറഞ്ഞത് സൊബറ. കണക്കില്ലാതെ പ്രതിഫലം കൊടുക്കണേ. ഇത് കിട്ടണ്ടേ നമുക്ക്? ഇത് എവിടുന്ന കിട്ടുക? ഞാൻ പറയാ, ക്ഷമ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് മക്കളെ വളർത്തുന്നതിനാണ്. ഏറ്റവും കൂടുതൽ ക്ഷമിക്കാൻ അവസരം കിട്ടുന്നത് മക്കളെ വളർത്തുമ്പോഴാണ്. നിങ്ങൾക്കറിയോ, ഖുറാനിൽ 2 സ്ഥലത്തെ ഫസബറുൻ ജമീൽ എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഭംഗിയായി ക്ഷമിക്ക്. അത് ഒന്ന് എവിടെയെന്നറിയോ? യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ മക്കള്. നിങ്ങൾ ആലോചിച്ച് നോക്കി, പിന്നെ 10-12 മക്കളുണ്ടായിട്ട് മൂത്ത മക്കള് ചെറിയ മോനെ കൊണ്ടുപോയി കൊല്ലാൻ നോക്കുക. നമ്മളെ മൂത്ത മക്കള് ചെറിയ മക്കളെ കൊണ്ടുപോയി കൊല്ലാൻ നോക്കുക. എന്നിട്ട് നമ്മളത് അറിഞ്ഞു ഇവരെന്തോ ചെയ്തു എന്നുള്ളത്. നമ്മളെന്താ ചെയ്യുക? നമ്മളെന്താ ചെയ്യുക? ആ അവസ്ഥയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി. ആ അവസ്ഥയിൽ യാക്കൂബ് നബി അലൈഹി സ്വലാം പറയാണ്, നിങ്ങളുടെ പ്രവൃത്തി നിങ്ങൾക്ക് ഭംഗിയായി തോന്നിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. എന്നിട്ട് അള്ളാഹ് പറയാണ്, ഫസബറുൻ ജമീൽ, നീ ഭംഗിയായി ക്ഷമിക്ക്. ഏത്? മക്കളെ കേസിലാണ് പറഞ്ഞത്. അപ്പോൾ മക്കളെ കേസിലാണ് ഏറ്റവും കൂടുതൽ ക്ഷമിക്കാനുള്ള അവസരം, ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങാനുള്ള അവസരം മക്കളെ കേസിലാണ്. ഫിത്തന വരുമ്പോഴാണല്ലോ ഏറ്റവും കൂടുതൽ ക്ഷമിക്കേണ്ടത്. മക്കൾ ഫിത്തന എന്ന് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. മക്കളിൽ ഫിത്തന ഉണ്ട്. അപ്പോൾ ആ മക്കളെ കേസിൽ നമ്മൾ നന്നായി ക്ഷമിക്കുക. അത് നമ്മളുടെ പ്രതിഫലത്തിനുള്ളൊരു അവസരം കൂടിയാണ്. ആ ക്ഷമയിലൂടെയാണ് ഇവർ നന്നാവും ചെയ്യുക. നമ്മളെ ക്ഷമ അവർ പഠിക്കും കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു അതുപോലെ അവരിങ്ങോട്ടും പെരുമാറും. അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ കാമാണോ അവരുടെ അപ്പർ ബ്രെയിൻ സ്ട്രോങ് ആവും. നമ്മൾ എത്രത്തോളം കാമാണോ അവരുടെ അപ്പർ ബ്രെയിൻ സ്ട്രോങ് ആവും. അപ്പർ ബ്രെയിൻ സ്ട്രോങ് ആയാൽ കുട്ടി നല്ല കുട്ടിയായി വരും. നല്ല കുട്ടിയായി വരും. നമ്മളെപ്പോഴും ദേഷ്യത്തിലാണോ, നമ്മളെപ്പോഴും അടിക്കലാണോ, അങ്ങനെയാണെങ്കിൽ കുട്ടിൻ്റെ ലോവർ ബ്രെയിൻ സ്ട്രോങ് ആവും. ലോവർ ബ്രെയിൻ സ്ട്രോങ് ആയാൽ കുട്ടി മോശമാവും. ഈ ഒരു സംഗതി പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി കുട്ടിക്ക് 3 ഹങ്കേഴ്സ് ഉണ്ട്, 3 തരം ദാഹങ്ങളുണ്ട്. ഒന്ന് അണ്ടർ സ്റ്റിമുലേഷൻ ഹങ്കറാണ്. കുട്ടിക്ക് എന്താണെന്ന് വെച്ചാൽ കുട്ടിൻ്റെ സെൻസ് ഓർഗൻസും ശരീരമൊക്കെ പിന്നെ എപ്പോഴും എൻഗേജ്ഡ് ആവണം. അതിങ്ങനെ വെറുതെ ഇരിക്കാൻ പാടില്ല. അപ്പോൾ കുട്ടി കളിക്കണം. കുട്ടി ശരീരം ഇളകി കളിക്കണം. മൊബൈലിൽ കളിച്ചിട്ട് കാര്യമില്ല. ശരീരം ഇളകി കളിക്കണം. അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം. അത് ചിലപ്പോൾ നമ്മൾ കുറച്ച് ട്രിക്കൊക്കെ കാണിച്ച് കുറച്ച് ബോധപൂർവ്വം ഉണ്ടാക്കേണ്ടി വരും, എന്തെങ്കിലുമൊക്കെ കാണിച്ച്. കൊണ്ട് ശരീരം ഇളകി കളിക്കണം. അതേപോലെ സെൻസ് ഓർഗൻസ് നന്നായി എൻഗേജ്ഡ് ആവണം. അപ്പോൾ സെൻസ് ഓർഗൻസ് എൻഗേജ് ആവാൻ എന്താ ചെയ്യുക? നമ്മൾ കണ്ണ് എൻഗേജ് ആണെങ്കിൽ കണ്ണിൽ നോക്കണം. ചെവി പിന്നെ കേൾവി എൻഗേജ് ആണെങ്കിൽ കുട്ടിനോട് സംസാരിക്കണം. കുട്ടിൻ്റെ നാവ് എൻഗേജ് ആണെങ്കിൽ കുട്ടി സംസാരിക്കണം. കുട്ടി സംസാരിക്കണമെങ്കിൽ ആരെങ്കിലും കേൾക്കാൻ വേണം. അപ്പോൾ നമ്മൾ കേൾക്കാൻ നിന്ന് കൊടുക്കണം. ഇങ്ങനെ സെൻസ് ഓർഗൻസ് എൻഗേജ് ചെയ്യിക്കണം. ഇതാണ് അണ്ടർ സ്റ്റിമുലേഷൻ ഹങ്കർ. റെക്കഗ്നേഷൻ ഹങ്കർ. കുട്ടിക്ക് റെക്കഗ്നേഷൻ ഹങ്കർ ഉണ്ടാവും. കുട്ടിയെ പരിഗണിക്കപ്പെടാൻ. കുട്ടിൻ്റെ പരിഗണിക്കപ്പെടാന്ന് പറഞ്ഞാൽ കുട്ടി നമ്മളുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് പൂർണ്ണമായും കുട്ടിയെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതാണ് കുട്ടികളുടെ റെക്കഗ്നേഷൻ. കുട്ടി ഏത് പ്രായത്തിലുള്ള കുട്ടിയാണെങ്കിലും കുട്ടി നമ്മളുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഫുൾ തിരക്കിലേക്കാരം. അപ്പോഴേക്കാരം ഒരു ക്ലൈൻറ്റ് വന്ന് ഓർഡർ വരുന്നത്. അപ്പോഴേക്കാരം എനിക്ക് അവിടെ ക്ലാസ്സിൽ ഓൺലൈൻ ക്ലാസ്സിൽ കയറാനുള്ളത്. നമ്മൾ പല തിരക്കിലും ആവും. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ തിരക്ക് നമ്മളെ മൈഷത്തേക്കാരം. കാരണം നമ്മൾ ഇത് ചെയ്താലേ ഈ പണം കൊണ്ട് ഇവനെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇവന് റെക്കഗ്നേഷൻ കിട്ടണമെങ്കിൽ ഞാൻ അപ്പോൾ അവനിലേക്ക് തിരിയണം. അവനിലേക്ക് തിരിയണം എന്ന് വെച്ചാൽ എൻ്റെ മുഴുവൻ സെൻസ് ഓർഗൻസും അവനിലേക്ക് തിരിയണം. എൻ്റെ കണ്ണ് അവൻ്റെ കണ്ണിലേക്ക് നോക്കണം. എൻ്റെ 2 ചെവികളും അവൻ പറയാനുള്ളത് കേൾക്കാൻ റെഡിയായി നിൽക്കണം. ഞാൻ അവനെ നോക്കി പുഞ്ചിരിക്കണം. ഇതാണ് പൂർണ്ണമായി അവനിലേക്ക് തിരിയുക. ഇതിലൂടെയാണ് റെക്കഗ്നേഷൻ കിട്ടുക. ഈ റെക്കഗ്നേഷൻ കിട്ടിയില്ല എന്ന് വെച്ചോ, കുട്ടി നമ്മളുടെ അടുത്തേക്ക് വന്നു, നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ കുട്ടി എന്ത് ചെയ്യും? പിന്നെ കുറേയൊക്കെ കുട്ടി ഇങ്ങനെ നോക്കും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പിന്നെ ഒരു വ്യക്തമല്ലാത്ത മറുപടികൾ പറയല്ലേ, നമ്മൾ നോക്കി തന്നെ നീ വരച്ചോ? നല്ല രസമുണ്ടല്ലോ ചിത്രം. ഓക്കെ, ഇങ്ങനെ പറയുകയാണെങ്കിൽ കുട്ടിക്ക് അത് വേഗം കിട്ടും. കുട്ടിക്ക് നമ്മുടെ ടോണും പിന്നെ എക്സ്പ്രഷൻസും ഇമോഷൻസ് ഒക്കെ വേഗം കിട്ടും. കുട്ടി എന്താണെന്ന് വെച്ചാൽ കുട്ടി നെഗറ്റീവായിട്ടുള്ള സംഗതികൾ ചെയ്യും നമ്മൾ തിരിയാൻ വേണ്ടി. അപ്പോൾ കുട്ടി നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ചെയ്യും. ചിലപ്പോൾ ചുമരിൽ വരക്കും, അല്ലെങ്കിൽ പാത്രം എടുത്ത് നിലത്തിടും, അതല്ലെങ്കിൽ ചെറിയ കുട്ടീനെ 2 തട്ട് കെട്ടും. അപ്പോൾ നമ്മൾ അവൻ്റെ പേര് വിളിക്കും, അടങ്ങിക്കടാന്ന് പറയും. അപ്പോൾ അവന് ഒരു ആശ്വാസം കിട്ടും. കാരണം എന്താ വെച്ചാൽ അപ്പോൾ അവന് റെക്കഗ്നേഷൻ കിട്ടി. കാരണം അവനെ ഒരാൾ പേര് വിളിച്ചു. അവൻ പോസിറ്റീവായിട്ട് റെക്കഗ്നേഷൻ കിട്ടിയില്ലെങ്കിൽ നെഗറ്റീവായിട്ട് കിട്ടാൻ കുട്ടി എന്തെങ്കിലും ചെയ്യും. അപ്പോൾ നമ്മൾ കുട്ടീനെ ആ രൂപത്തിൽ ശ്രദ്ധിക്കും, കുട്ടീനെ പേടിപ്പിക്കും, കുട്ടീനെ അടിക്കും. അത് കുട്ടിക്ക് റെക്കഗ്നേഷനാണ്. പക്ഷെ നെഗറ്റീവ് റെക്കഗ്നേഷനാണ്.
നെഗറ്റീവ് റെക്കഗ്നേഷൻ സ്ഥിരമായി കിട്ടിക്കൊണ്ടിരുന്നാൽ അത് കുട്ടിന്റെ സ്വഭാവമായി മാറും. കുട്ടിന്റെ സ്വഭാവമായി മാറും. അതാ ഞാൻ പറഞ്ഞത്, സമയം ഉണ്ടാക്കി ചെയ്യേണ്ട ഒന്നാണ് പാരന്റിങ്. സമയം ഉണ്ടാക്കി ചെയ്യേണ്ടതാണ്. അപ്പൊ ആ കുട്ടിന്റെ കൂടെ അങ്ങനെ ഇരിക്കാനുള്ളൊരു സമയം നമ്മൾ കാണണം എന്നുള്ളതാണ്. പിന്നെ ഒന്ന് സ്ട്രക്ചർ ഹങ്കറാണ്. സ്ട്രക്ചർ ഹങ്കർ പറഞ്ഞാല് കുട്ടിക്ക് എപ്പോൾ എന്ത് ചെയ്യണം എന്ന് നേരത്തെ അറിഞ്ഞിരിക്കലാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ കുട്ടി ഇറിറ്റേറ്റഡ് ആവും. രാവിലെ എണീക്കുന്നത് പല സമയത്ത് എണീക്കാം എന്നാണ് കുട്ടി പഠിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ സ്ട്രക്ചർ ഇല്ല. ഭക്ഷണം കഴിക്കുന്നത് പല സമയത്ത് കഴിക്കാം, പല സ്ഥലത്തുനിന്ന് കഴിക്കാം. സ്ട്രക്ചർ ഇല്ല. ഏതൊക്കെ സമയത്ത് കളിക്കാം, ഏതൊക്കെ സമയത്ത് കളിക്കാൻ പാടില്ല, എവിടൊക്കെ പോവാം, എവിടൊക്കെ പോകാൻ പാടില്ല. അപ്പൊ ഇതൊരു സ്ട്രക്ചർ നമ്മളിങ്ങനെ പതുക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരണം. അപ്പൊ നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്ന ഇന്ന സമയത്താണ്, നമ്മളെല്ലാവരും ഉറങ്ങുന്നത് ഇന്ന സമയത്താണ്, എണീക്കുന്നത് ഇന്ന സമയത്താണ്, കളിക്കാനുള്ള സമയം ഇതാണ്, കളിക്കേണ്ടത് ഇവിടുന്നാണ്, ഇവിടുന്നല്ല, ഇന്ന സാധനങ്ങൾ കൊണ്ടേ കളിക്കാൻ പാടുള്ളൂ, കളിക്കാൻ എടുത്ത സാധനങ്ങൾ ഇന്ന സ്ഥലത്ത് വെക്കണം. ഇതിങ്ങനെ പതുക്കെ ഒരു സ്ട്രക്ചർ ബിൽഡ് ചെയ്യില്ല. അതിലേക്ക് കുട്ടി എത്തണം, കുട്ടിക്ക് മനസ്സിലാവണം. ആ സ്ട്രക്ചർ എവിടെയെങ്കിലും ബ്രേക്ക് ചെയ്താൽ അതൊരു ബൗണ്ടറിയാണ്. നമ്മൾ കുട്ടിന്റെ ചുറ്റും ഒരു ബൗണ്ടറി വരയ്ക്കുകയാണ്. ആ ബൗണ്ടറി വരച്ചു കഴിഞ്ഞാൽ ആ ബൗണ്ടറി എവിടെയെങ്കിലും ബ്രേക്ക് ചെയ്താൽ അതിനൊരു കോൺസിക്വൻസ് ഉണ്ടാവണം. അത് കുട്ടിക്ക് അനുഭവിക്കണം. കുട്ടികൾ എന്താ വെച്ചാൽ, നമ്മൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്താൽ കുട്ടികൾ ആ ബൗണ്ടറിയിൽ പോയിട്ട് അതൊന്നിങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കും. ഞാനിത് ബ്രേക്ക് ചെയ്താൽ ഇവരെന്ത് ചെയ്യുന്നു. ഇതെല്ലാ കുട്ടികളും ചെയ്യുന്നതാണ്. കുട്ടികൾ സ്വാഭാവികമായിട്ടും ചെയ്യും. ബൗണ്ടറി ഇങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് നോക്കും. അപ്പൊ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് അതിന്റെ ആക്ഷൻസ് അവിടെ ഉണ്ടാകണം. എന്താണോ അത്. അപ്പോൾ ഒരിക്കലും പിന്നീട് അത് ചില സമയത്ത് ചിലത് അനുഭവിച്ചു കൊടുക്കുക, ചില സമയത്ത് പറ്റൂല. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ കുട്ടിക്ക് സ്ട്രക്ചർ തെറ്റും. സ്ട്രക്ചർ തെറ്റിയാൽ കുട്ടിയിൽ ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാകുമ്പോൾ കുട്ടിന്റെ ബിഹേവിയറിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇത് സ്ട്രക്ചറൽ ഹങ്കർ. ഈ ഫുഡ് എങ്ങനെ ബിഹേവിയറിൽ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഫുഡ് വിശപ്പ് ഹോർമോണിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യും. വിശപ്പ് ഉണ്ടായാൽ ഹോർമോൺ ഡിസ്ട്രപ്ഷൻ ഉണ്ടാവും. ഹോർമോൺ ഡിസ്ട്രപ്ഷൻ ഉണ്ടായാൽ കുട്ടിയിൽ പിന്നെയും കോർട്ടിസോൾ കൂടും, ദേഷ്യം കൂടും ഒക്കെ ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരുന്നാൽ കുറേ നേരം വിശന്നിരിക്കുകയാണ്, കുട്ടിയുടെ സ്വഭാവത്തിൽ പ്രശ്നങ്ങളുണ്ട്. കാരണം കുട്ടി സ്വഭാവത്തിൽ കാണുന്ന പ്രശ്നങ്ങളാണ് നമുക്ക് ഏറ്റവും തലവേദന ഉണ്ടാക്കുന്നത്. ഇതിൻ്റെതൊക്കെ കാരണങ്ങൾ കൊണ്ട് അത് വരാം എന്നുള്ളതാണ്. പിന്നെ പ്രോസസ്ഡ് ഫുഡ്, ഇപ്പൊ ഈ പാക്കറ്റിലുള്ള ഫുഡ്, ലേസ് കാര്യങ്ങൾ, ചോക്ലേറ്റ്, ഷുഗർ ക്രാഷ് എന്ന് വെച്ചാൽ ഇപ്പോ വെറും വയറ്റില് ചോക്ലേറ്റ്, മധുരമൊക്കെ കഴിക്കുന്നു. ഹൈ ലെവൽ ഓഫ് ഷുഗർ ഉള്ള സാധനങ്ങൾ വെറും വയറ്റിൽ കഴിച്ചാൽ ഷുഗർ ഹൈ ആയിട്ട് കൂടും. ഷുഗർ ഹൈ ആയിട്ട് കൂടുമ്പോൾ ഇൻസുലിൻ കൂടിയിട്ട് ഷുഗറിനെ അങ്ങോട്ട് താത്തും. അപ്പൊ ഹൈപ്പോഗ്ലസീമിയ എന്ന് പറഞ്ഞ സാധനം വരും. അതെന്താ വെച്ചാൽ ഷുഗർ പറ്റ താന്നു പോകും. ഷുഗർ താന്നു പോകുമ്പോൾ കോർട്ടിസോൾ വരും. കോർട്ടിസോൾ വന്നാൽ കുട്ടിക്ക് ദേഷ്യം വരും. ഇത് വെറും വയറ്റിൽ കുറേ ചോക്ലേറ്റ് തിന്നുക, ഷുഗർ തിന്നുക, ഇതൊക്കെ ആകുമ്പോൾ കുട്ടിന്റെ ബിഹേവിയറിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. പിന്നെ ട്രിപ്റ്റോഫാൻ അടങ്ങിയ ഫുഡ് കുറെ കഴിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പൊ ചിക്കനിലുണ്ട്, പിന്നെ ട്യൂണ, സാൽമണ്, ആൽമണ്ട്സ്, പിന്നെ എഗ്ഗ്, പൈനാപ്പിള്, ബനാന, ഇതിലൊക്കെ ട്രിപ്റ്റോഫാൻ ഉണ്ട്. ട്രിപ്റ്റോഫാൻ എന്ന് വെച്ചാൽ ട്രിപ്റ്റോഫാൻ അടങ്ങിയ ഫുഡ് കഴിച്ചാൽ സെറോട്ടോണിൻ പ്രൊഡ്യൂസ് ചെയ്യും. സെറോട്ടോണിൻ എപ്പോഴും നമ്മളെ കാമാക്കി നിർത്തും. സെറോട്ടോണിൻ എപ്പോഴും നമ്മളെ കുറച്ച് കാമാക്കി നിർത്തുന്ന സാധനം. എപ്പോഴൊക്കെ ഡോപ്പമിൻ ഉണ്ടാവണോ, അപ്പോഴൊക്കെ സെറോട്ടോണിൻ ഉണ്ടെങ്കിൽ ഡോപ്പമിന്റെ ലെവൽ കുറയും എന്നുള്ളതാണ്. അപ്പൊ സെറോട്ടോണിൻ കുറച്ച് നല്ല സാധനം, നമുക്കൊരു ഫീലിംഗ്, ഒരു ഹാപ്പിനെസ്, ഒരു ഫുൾഫിൽമെന്റ് തരുന്ന ഹോർമോണാണ്, ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് സെറോട്ടോണിൻ. പിന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉള്ള ഫുഡുകൾ കൂടുതലായിട്ട്, ഏറ്റവും കൂടുതൽ കൊടുക്കാൻ പറ്റിയ സാധനം നമ്മുടെ നാട്ടിലെ അയില, മത്തി പോലത്തെ മത്സ്യങ്ങൾ ഒമേഗ 3 ഫാറ്റി ആസിഡ് കൂടുതലുള്ളതാണ്. അപ്പൊ അതൊക്കെ ബിഹേവിയറിൽ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റിയ സാധനങ്ങൾ. അതേപോലെ കിടക്കുന്നതിന് മുമ്പ് പ്രോട്ടീൻ ഫുഡ് ഒഴിവാക്കുക. ചിലപ്പോൾ അതൊക്കെ കുറേ വരുമ്പോൾ ബിഹേവിയറിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ പൊതുവേ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു കൾച്ചർ, രാത്രി ഡിന്നറിന് പുറത്തു പോകുന്നു, ഹൈ ലെവൽ ഓഫ് പ്രോട്ടീൻ കഴിക്കുന്നു, തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. പിന്നെ ചോക്ലേറ്റ്, കാർബോണേറ്റഡ് ഡ്രിങ്ക്സ്, സ്ക്രീൻ ടൈം ബിഹേവിയറിൽ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. സെറോട്ടോണിൻ ബൂസ്റ്റ് കൂട്ടുക, നേരത്തെ പറഞ്ഞ പോലെ. പുറത്തുള്ള കളികൾ കൂട്ടുക. കാരണം കുട്ടികൾക്ക് വെയിൽ കൊള്ളൽ അത്യാവശ്യമാണ്. വെയിൽ കൊള്ളാതിരുന്നാൽ ഭയങ്കര ഫാറ്റിക് ആവും, തീരെ വെയിൽ കിട്ടാതിരുന്നാല്. അപ്പോൾ ഫാറ്റിക് ആയാൽ ഭയങ്കര ലേസിനെസ് ഉണ്ടാവും. ലേസിനെസ് ഉണ്ടായാൽ ബോറടിക്കുമ്പോൾ കുട്ടി ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് പറ്റാത്തായിരിക്കും അപ്പോഴൊക്കെ ചെയ്യുക. പിന്നെ സ്ലീപ്പിംഗ്, ചെറിയ പ്രായത്തിൽ കുട്ടികൾക്ക് ഏകദേശം ചൈൽഡ്ഹുഡിൽ മുഴുവനായിട്ട് കുട്ടിക്ക് സ്ലീപ്പിംഗ് നല്ലതാണ്. അഥവാ മാതാപിതാക്കളുടെ കൂടെയുള്ള ഒരു സ്കിൻ ടു സ്കിൻ ടച്ചോട് കൂടിയുള്ള ഒരു കടത്തും അത് കുട്ടിക്ക് ബിഹേവിയറിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇനി നമ്മൾ കൺട്രോൾ പോകുന്ന സമയത്ത്, ദേഷ്യം വരുന്ന സമയത്ത് ചെയ്യാവുന്ന സംഗതികൾ, നമ്മൾ കാമായിക്കൊണ്ട് കുട്ടിനെ കാമാക്കുക എന്നുള്ളതാണ്. മനസ്സിലായ? കുട്ടിയെ വാക്കുകൾ കൊണ്ട് അടക്കിയിരുത്തല്ല ചെയ്യേണ്ടത്. കുട്ടിയെ നമ്മളുടെ വാക്കുകൾ കൊണ്ട് അടക്കിയിരുത്തല്ല ചെയ്യേണ്ടത്, നമ്മളുടെ ഇമോഷൻ കൊണ്ട് കുട്ടിനെ അടക്കിയിരുത്തണം. നമ്മൾ കാമായിട്ട് നിന്ന് കുട്ടിനെ എങ്ങനെ കുട്ടിന്റെ ഓക്സിറ്റോസിനാണ്
കുട്ടിയിൽ വരേണ്ടത്. എന്ത്? ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരു കുട്ടീനെ കാമാക്കാൻ കുട്ടിയിൽ ഓക്സിറ്റോസിൻ എന്നുള്ള ഹോർമോണാണ് വരേണ്ടത്. ഓക്സിറ്റോസിൻ ഒരാളിൽ വരണമെങ്കിൽ അയാൾക്ക് കിട്ടേണ്ട സംഗതി എന്താണെന്ന് വെച്ചാൽ അയാളെ കണ്ണിലേക്ക് നോക്കുക, അയാളോട് ചിരിക്കുക, അയാളെ പോയി തൊടുക, ഒന്നിങ്ങനെ തടവുക, സ്പർശിച്ചുകൊണ്ട് തടവുക, കാമായിട്ട് സംസാരിക്കുക, അടുത്ത് നിൽക്കുക, അയാളോട് ചേർന്ന് നിൽക്കുക. ഇതൊക്കെ ഒരാളിൽ ഓക്സിറ്റോസിൻ ഉണ്ടാക്കും. ഓക്സിറ്റോസിൻ ഒരാളിൽ ഉണ്ടാകുമ്പോൾ അയാൾ എന്താ വെച്ചാൽ ഓക്സിറ്റോസിൻ ഒരു ആന്റി സ്ട്രെസ് ഹോർമോണാണ്, നമ്മളെ സ്ട്രെസ് കുറക്കും. ഓക്സിറ്റോസിൻ ഒരാളിൽ ഉണ്ടായാൽ അയാൾ കാമാവും. അപ്പൊ ഇത്രയും സാധനങ്ങൾ കൊടുത്താൽ മതി. ഇത്രയും സാധനങ്ങൾ കൊടുത്താൽ പിന്നെ എത്ര ദേഷ്യപ്പെട്ടിരിക്കണ കുട്ടിയും ഒന്നിങ്ങനെ കുറച്ചൊരു സമയം എടുത്തിട്ടാണെങ്കിലും ഒന്നിങ്ങനെ കാമായി ഇങ്ങനെ വരും. അതല്ല ആ സമയത്ത് നമ്മളും ദേഷ്യപ്പെടുകയാണെങ്കിൽ കുട്ടിന്റെ അപ്പർ ബ്രെയിൻ സ്ട്രോങ് ആവും, ലോവർ ബ്രെയിൻ സ്ട്രോങ് ആവും. കുട്ടി പിന്നീട് അത് വീണ്ടും മോശമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാവും. ഇനി എങ്ങനെയാണ് കണക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. കണക്ഷൻ ഉണ്ടാക്കണം, പ്രത്യേകിച്ച് ചൈൽഡ്ഹുഡ് ലാസ്റ്റ് സ്റ്റേജ് അഥവാ പ്രീ അഡോളസൻ സ്റ്റേജിൽ കണക്ഷൻ നന്നായി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. കണക്ഷൻ ഉണ്ടാക്കാൻ ഏറ്റവും നല്ല 1-2 മാർഗങ്ങൾ. ഒന്ന്, കഥ പറഞ്ഞു കൊടുക്കുക. കഥ പറഞ്ഞു കൊടുക്കല് കുട്ടികളിൽ ഇമോഷണൽ ഇന്റലിജൻസ് നന്നായി കൂട്ടും. അഥവാ ഇപ്പോൾ കഥയിൽ നമ്മൾ പറയണത് എന്താ വെച്ചാൽ പിന്നെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ആ കഥാപാത്രങ്ങളുടെ ഇമോഷൻസ് കുട്ടി പഠിക്കുകയാണ്. അഥവാ ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇമോഷൻസ് കുട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടി പഠിക്കൽ എന്നുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ കുട്ടി ഇമോഷൻസിനെ മനസ്സിലാക്കണം. അപ്പൊ ഇമോഷൻസ് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇപ്പോൾ ദേഷ്യം, വാശി, സങ്കടം, സന്തോഷം, ദുഃഖം, ഇതൊക്കെ ഇമോഷൻസ് ആണ്. ഇമോഷൻസ് കുട്ടി 2 രൂപത്തിൽ അറിയണം. ഒന്ന്, കുട്ടിയുടെ ഇമോഷൻസിനെ കുട്ടിക്ക് മനസ്സിലാവണം. കുട്ടിയുടെ ഇമോഷൻസിനെ, ഞാൻ ചിരിക്കുന്നു, ഇപ്പൊ ഞാൻ ചിരിക്കുന്നു, ഇപ്പൊ ഞാൻ സന്തോഷത്തിലാണ്, ഇപ്പൊ എനിക്ക് സങ്കടമാണ്, ഇപ്പോൾ എനിക്ക് ദേഷ്യമാണ്. ഇത് കുട്ടി മനസ്സിലാക്കണം. അതാണ് അതിന്റെ ആദ്യത്തെ സ്റ്റേജ്. രണ്ടാമത്തത്, ഏതൊക്കെ സമയത്താണ് എനിക്ക് സന്തോഷം വരുന്നത്, എന്തൊക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് സന്തോഷം വരുന്നത്, എന്തൊക്കെ സമയത്താണ് എനിക്ക് ദേഷ്യം വരുന്നത്, എപ്പോഴൊക്കെയാണ് എനിക്ക് സങ്കടം വരുന്നത്, ഇത് കുട്ടി മനസ്സിലാക്കണം. ഇതാണ് സെൽഫ് അവയർനെസ് എന്ന് പറയാം. ഇത് കുട്ടിനെ നമ്മളിങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. അതിന് മാർഗം ഞാൻ പറഞ്ഞുതരാം. പിന്നെ രണ്ടാമത്തത്, കുട്ടി ആരോടൊക്കെയാണ് ഇടപഴകുന്നത് അവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കണം. അഥവാ ഇപ്പൊ കുട്ടി കളിക്കാൻ പോകുമ്പോൾ അവിടെ കുറെ ആളുകളുണ്ടാവും അവന്റെ പ്രായത്തിൽ. അപ്പൊ അവൻ എന്ത് ചെയ്യാണ്, അപ്പൊ അവരിൽ കുറെ ഇമോഷൻസ് ഉണ്ടാവും. ആ കുട്ടികൾ ദേഷ്യപ്പെടും, അവർ സന്തോഷിക്കും, അവർ സങ്കടപ്പെടും. ഇതൊക്കെ കുട്ടി മനസ്സിലാക്കുകയാണ്. ഇതൊക്കെ ഇങ്ങനെ ഇമോഷൻസിനെ മനസ്സിലാക്കുമ്പോഴാണ് ഈ അപ്പർ ബ്രെയിൻ നന്നായി ഡെവലപ്പ് ആവുന്നത്. ഇന്ന് പക്ഷേ അതിനുള്ള അവസരങ്ങൾ കുറവാണ്. കാരണം കുട്ടി അധികം ആളുകളുമായി തീരെ ഇന്ററാക്ട് ചെയ്യണില്ല. ഫോണിൽ മാത്രം നിൽക്കുമ്പോൾ ഈ ഇമോഷൻസിന് വളരാനുള്ളൊരു സ്പേസ് ഇല്ല, ഇമോഷണൽ ഇന്റലിജൻസ്. അപ്പോൾ ഇങ്ങനെ കുട്ടിക്ക് എന്ത് ചെയ്യുന്ന, സ്റ്റോറി പറഞ്ഞു കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ സ്റ്റോറിയിൽ കുറേ കഥാപാത്രങ്ങൾ ഉണ്ടാവും. ആ കഥാപാത്രങ്ങളുടെ ഒക്കെ ഇമോഷൻസിലൂടെ കുട്ടി ഇങ്ങനെ കടന്നു പോവാണ്. അത് കുട്ടിയിൽ നല്ല മാറ്റം ഉണ്ടാക്കും. പിന്നെ കുട്ടി ഇമോഷൻസിനെ മനസ്സിലാക്കാൻ ഇമോഷൻസിനെ പേരെടുത്ത് പറയണം. ഇപ്പൊ കുട്ടിയോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് പറയാം, നീ അന്ന് അങ്ങനെ പറഞ്ഞ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടു. സങ്കടം എന്ന് പറയണം. എനിക്ക് ഇപ്പൊ ദേഷ്യം വരുന്നുണ്ട്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്ന് ഞാൻ ഒരു കസേര എടുത്ത് എറിഞ്ഞ് അവനെ 2 തല്ലിയിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്ന് ദേഷ്യം കടിച്ചു പിടിച്ചിട്ടാണെങ്കിലും പറഞ്ഞാൽ മതി. നമ്മളിത് പേരെടുത്ത് പറയണം എന്നുള്ളത്, പേരെടുത്ത് പറയുമ്പോഴാണ് കുട്ടി ഇമോഷൻസ് പഠിക്കണത്. ഇപ്പോൾ കുട്ടി പല ഇമോഷൻസും കാണിക്കും. അപ്പോൾ പ്രത്യേകിച്ച് ഈ പ്രീ അഡോളസൻസ് പീരീഡിലൊക്കെ കുട്ടി പല ഇമോഷൻസും കാണിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും കുട്ടിന്റെ ഇമോഷൻസിനെ അവോയ്ഡ് ചെയ്യും, റിജക്റ്റ് ചെയ്യും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ചോദിക്കും, കുട്ടി ഒരു കാര്യത്തിന് വാശി പിടിക്കാന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ ചോദിക്കും, എന്തിനാ നിനക്കത്ര ദേഷ്യം, ആരോടത്ര ദേഷ്യം, എന്തിനത്ര സങ്കടപ്പെടാൻ മാത്രം ഇപ്പൊ ഇവിടെ എന്താ? അപ്പൊ നമ്മളെന്താ ചെയ്യണേ, അവിടെ നമ്മളെ ഇമോഷൻസിന്റെ പേര് പറയുന്നുണ്ട്, പക്ഷെ അവന്റെ ഇമോഷൻസിനെ നമ്മൾ അംഗീകരിക്കുന്നില്ല. അവന് ഇമോഷൻ പ്രകടിപ്പിക്കാൻ അവസരമില്ല, അവനുള്ള അവകാശം പോലും ഇല്ലാത്ത രൂപത്തിൽ നമ്മൾ സംസാരിക്കണേ. അതേസമയം നമുക്ക് ഇങ്ങനെ സംസാരിക്കാം, നിനക്ക് ദേഷ്യം വരുന്നുണ്ട്, നിനക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അവന്റെ ഇമോഷൻസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. അപ്പൊ അത്രയും അവന് റെഗുലേഷൻ കിട്ടുകയാണ്. നീ സങ്കടപ്പെടുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പറയണ്ടേ, നീ സങ്കടപ്പെടുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ ഇപ്പൊ അത് ചെയ്യാൻ നമുക്ക് കഴിയൂല. വളരെ കാമായിട്ട് തന്നെ പറയാൻ, അതിനാണ് ക്ഷമ വേണ്ടത്. അപ്പോഴേ നമുക്ക് ആ പ്രതിഫലം കിട്ടുള്ളൂ. ഇപ്പൊ ഈ ഒയിരി ഹിസാബ് എന്നുള്ള പ്രതിഫലം കിട്ടണമെങ്കിൽ കാമായിട്ട് തന്നെ എന്ത് ചെയ്യണം, പറയണേ, ഈ പറഞ്ഞ സംഗതി നടക്കൂല, നിനക്ക് ദേഷ്യം ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഇപ്പൊ നടത്താൻ സാധ്യതയില്ല എന്ന് തന്നെ പറയാം. ഇങ്ങനെയാണ് നമ്മൾ കുട്ടിന്റെ ഇമോഷൻസിന് എന്ത് ചെയ്യുക, അക്സെപ്റ്റ്. ക്രിറ്റിസിസം,
ഒഴിവാക്കുക. അപ്പൊ ക്രിറ്റിസിസം ഇപ്പൊ പലപ്പോഴും കൂടുതലും വീട്ടിൽ കാണാൻ ചിലപ്പോൾ പ്രത്യേകിച്ച് ഉപ്പമാരായിക്കാരം പുറത്ത് ജോലിക്ക് പോവുക. അപ്പൊ ഉപ്പമാര് രാത്രി വരും. അപ്പോൾ കുട്ടി ഇപ്പോൾ ഞായറാഴ്ച ദിവസമാണെങ്കിൽ കുട്ടി അന്ന് ഫുള്ള് വീട്ടിലുണ്ടാവും. സ്വാഭാവികമായിട്ടും കുട്ടി വീട്ടിലുള്ള ദിവസം ഉമ്മമാർക്ക് അറിയാം അവിടെ എന്തൊക്കെ കാട്ടിക്കൂട്ടും. ഇപ്പോൾ പിന്നെ അന്നത്തെ മുഴുവൻ ബുദ്ധിമുട്ടുകളും ഈ ഉപ്പ വൈകുന്നേരം വരുന്ന സമയത്ത് ഉമ്മ ഒന്നായിട്ട് ഇങ്ങോട്ട് പറയും. ഇവൻ നിങ്ങളെ മോൻ ഇന്ന് ചെയ്തത് എന്തൊക്കെയാണെന്ന് അറിയോ, ഫോൺ അവിടെ വെച്ചിട്ടില്ല, ആ പിന്നെ അപ്പുറത്തുള്ള സാധനം ഫുള്ള് കേടുവരുത്തി. ഇത് ഇവന്റെ മുമ്പെന്ന് ഇങ്ങനെ പറയുന്ന സമയത്ത് ഇതൊരു ക്രിറ്റിസിസാണ്, കുറ്റപ്പെടുത്തലാണ്. കുറ്റപ്പെടുത്തൽ കുറെ കേൾക്കുമ്പോൾ കുട്ടി എന്ന് മനസ്സിലാക്കണം എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെയാണ്, ഇനി ഞാൻ ഇങ്ങനെ ആയാൽ മതി. അവൻ്റെ ഒരു സ്വഭാവമായി മാറുകയാണ്. കുട്ടിനെ കുറിച്ച് എന്തെങ്കിലും മോശം പറയാനുണ്ടെങ്കിൽ അത് നമ്മൾ തമ്മിൽ മാത്രം പറയുക. കുട്ടി ഒരിക്കലും കേൾക്കണ്ട, കുട്ടിന്റെ മുമ്പൊന്നും കേൾക്കണ്ട. അപ്പൊ നമ്മൾ തമ്മിൽ മാത്രം പറയാ. ആ രൂപത്തിൽ തന്നെ എന്ത് ചെയ്യണം അതിനെ. അല്ലാതെ കുട്ടിന്റെ മുമ്പൊന്ന് കുട്ടിന്റെ നെഗറ്റീവ് പറഞ്ഞാൽ അത് ഒരു ക്രിറ്റിസിസം, കുട്ടിനെ കുറ്റപ്പെടുത്തൽ കുട്ടിന്റെ സ്വഭാവമായി മാറും. പിന്നെ മൈക്രോ കണക്ഷൻസ് എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഒരു മൈക്രോ കണക്ഷൻസ് പ്രാക്ടീസ്. അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത്, രാവിലെ പോകുന്ന സമയത്ത് എന്നൊരു കിസ് ചെയ്യുക, എപ്പോഴും അവൻ്റെ ആ തലയിലൊന്ന് തലോടുക. അപ്പൊ ഈ തലോടലൊക്കെ ഭയങ്കര എഫക്റ്റ് ഉണ്ടാക്കും. തലോടല്, ശരീരത്തിൽ തടവല്, ചേർത്ത് പിടിക്കല്, ഉമ്മ വെക്കല്. നിങ്ങൾ കേട്ടില്ലേ ഉമ്മ വെക്കാൻ? ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. ഒരു അറാബി വന്നിട്ട് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിനെ ചുംബിക്കുമ്പോൾ അറാബി വന്നിട്ട് പറയാണ്, എനിക്ക് 10 കുട്ടികളുണ്ട്, ഞാൻ ഇന്നേ വരെ ഒരെണ്ണത്തിനെ പോലും ഉമ്മ വെച്ചിട്ടില്ല. അപ്പൊ നബി ചോദിക്കണം എന്താ, അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിൽ റഹ്മത്ത് ഇറക്കി തരാത്തതിന് ഞാൻ എന്ത് കാട്ടാനാണ്? അത് ചുംബിക്കണമെങ്കിൽ ആ റഹ്മത്ത് വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളോടുള്ള അഫെക്ഷൻ പബ്ലിക്കായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന, പബ്ലിക്കായിട്ട് ആളുകളെ മുമ്പിൽ വെച്ച് തന്നെ കുട്ടികളെ ഉമ്മ വെക്കും. കുട്ടികൾക്ക് ഭയങ്കര റെക്കഗ്നേഷൻ ആണ്. കിസ് എന്ന് പറഞ്ഞാൽ ടച്ചിങ് ആണ്. അത് ഭയങ്കര ഓക്സിറ്റോസിൻ പ്രൊഡ്യൂസ് ചെയ്യും ശരീരത്തിൽ. ഇപ്പോൾ അത് പിന്നെ കുട്ടികളെ ഇതൊക്കെ ഈ മൈക്രോ കണക്ഷൻസ് ആണ്. കുട്ടികളെ എന്നും രാവിലെ കുട്ടികളൊന്ന് ഉമ്മ വെക്കുക, എന്നും രാത്രി ഒന്ന് ഉമ്മ വെക്കുക, എപ്പോഴും ഒന്ന് ചേർത്ത് പിടിക്കുക, കൈ പിടിക്കുക, കണ്ണിൽ നോക്കുക, ചിരിക്കുക, അതൊക്കെ മൈക്രോ കണക്ഷൻസ് ആണ്. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ കുട്ടി എന്തെങ്കിലും പറയുമ്പോൾ ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ കുട്ടിനെ കേൾക്കുക. ഇതൊക്കെ കണക്ഷൻ കൂട്ടാനുള്ള പരിപാടിയാണ്. കണക്ഷൻ കൂട്ടാനുള്ള ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ കുട്ടിനെ കേൾക്കുക. ഈ 5:1 റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുട്ടിയുമായി ഒരു ഉടക്കുണ്ടായി എന്ന് വെക്കുക, ഒരു നെഗറ്റീവ് മൊമെന്റ് നമുക്ക് ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ അതിനെ മറികടക്കാൻ ഒരു 5 പോസിറ്റീവ് മൊമെന്റ് ക്രിയേറ്റ് ചെയ്യാം. ഒരു 5 പോസിറ്റീവ് മൊമെന്റ്. അപ്പോൾ ആ കണക്ഷൻ വീണ്ടും എന്തെയും റീകണക്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഫാമിലി ടൈം, നമ്മളെല്ലാവരും എപ്പോഴും പറയണതാണ് ഒരു ഫാമിലി ടൈം നമുക്കായിട്ട് വേണമെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടായാൽ നമുക്ക് കുട്ടിയുമായി ഒരു ഇമോഷണൽ കണക്ഷൻ നമുക്ക് ഉണ്ടാവും. ഇമോഷണൽ ഇന്റലിജൻസ് ആണ് നേരത്തെ പറഞ്ഞത്. ഹാപ്പിനെസ് 2 രൂപത്തിൽ, ഇതും കൂടി പറഞ്ഞവേ നിർത്താം. പിന്നെ മൊമെന്ററി ഹാപ്പിനെസ്സും എൻഡ്യൂറിങ് ഹാപ്പിനെസ്സും ഉണ്ട്. ഇപ്പോൾ താൽക്കാലികമായി കിട്ടുന്ന സന്തോഷവും സ്ഥിരമായി നിലനിൽക്കുന്ന സന്തോഷമുണ്ട്. അതായത് ഇപ്പോൾ ഹാപ്പിനെസ് മെയിനായിട്ട് ഹാപ്പിനെസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് പാസ്റ്റിലുള്ള ഹാപ്പിനെസ്, പ്രസന്റിലുള്ള ഹാപ്പിനെസ്, ഫ്യൂച്ചറിലുള്ള ഹാപ്പിനെസ്. പാസ്റ്റിലുള്ള ഹാപ്പിനെസിന്റെ ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു കഴിഞ്ഞു പോയതിൽ എനിക്കൊരു സംതൃപ്തി ഫീൽ ചെയ്യണം. കഴിഞ്ഞു പോയതിൽ ഒരു സംതൃപ്തി ഫീൽ ചെയ്യണം. അതിന് ആരോടെങ്കിലും ഒക്കെ ഒരു നന്ദി എനിക്ക് ഉണ്ടാവണം. ഇത് പിന്നെ പോസിറ്റീവ് സൈക്കോളജിന്റെ പഠനത്തിൽ പിന്നെ മാർട്ടിൻ സെലിഗ്മാൻ എന്നുള്ള സൈക്കോളജിസ്റ്റ് പറയുന്നതാണ്. അഥവാ കഴിഞ്ഞ കാലത്തിൽ ഒരാൾ സംതൃപ്തനാകണമെങ്കിൽ അയാൾക്ക് ആരോടെങ്കിലും ഒക്കെ നന്ദി ഉണ്ടാവണം. മാത്രമല്ല കഴിഞ്ഞു പോയതിൽ സംതൃപ്തി ഉണ്ടാവണം. ഇതാണ് പാസ്റ്റിൽ വേണ്ടത്. ഇനി ഫ്യൂച്ചറിൽ വേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും പ്രതീക്ഷയാണ്. നാളെ നല്ലത് സംഭവിക്കും എന്നുള്ള പ്രതീക്ഷ എപ്പോഴും നമ്മളിൽ വേണം. പ്രസന്റിൽ വേണ്ടത് പിന്നെ ഒരു ഗ്രാറ്റിഫിക്കേഷൻ ആണ്, അല്ലാതെ പ്ലഷർ അല്ല. പ്ലഷർ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് മ്യൂസിക് കേൾക്കുന്നു, സിനിമ കാണുന്നു, ഐസ്ക്രീം കഴിക്കുന്നു, അല്ലെങ്കിൽ ജങ്ക് ഫുഡ് കഴിക്കുന്നു, ഇതൊക്കെ പ്ലഷറാണ്. അത് ആ സാധനം ഇല്ലാതായാൽ അത് കഴിഞ്ഞു. മറ്റേത് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. ഇപ്പോൾ പിന്നെ നമ്മളിപ്പോൾ ഫുട്ബോൾ കളിക്കുന്നു. ഇപ്പോൾ ഫുട്ബോൾ കളിക്കുന്നതും ഫുട്ബോൾ കാണുന്നതും മാറ്റമുണ്ട്. ഫുട്ബോൾ കാണുമ്പോൾ നമുക്കൊരു പ്ലഷറാണ്, ഫുട്ബോൾ കളിക്കുമ്പോൾ ഗ്രാറ്റിഫിക്കേഷനാണ്. ഞാൻ റീൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പ്ലഷറാണ്. ഞാൻ ഉപകാരപ്രദമായ റീൽസ് ഉണ്ടാക്കുമ്പോൾ അത് ഗ്രാറ്റിഫിക്കേഷനാണ്. ഞാൻ ജങ്ക് ഫുഡ് ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് പ്ലഷറാണ്. ഞാനൊരു ഭക്ഷണം കുക്ക് ചെയ്യുമ്പോൾ അത് ഗ്രാറ്റിഫിക്കേഷനാണ്. ഇത് രണ്ടും മാറ്റമുണ്ട്. കാരണം ഒന്നിന്റെ പിന്നിൽ നല്ല എഫേർട്ട് ഉണ്ട്, അതിൽ സെറോട്ടോണിൻ ആണ് റിലീസ് ചെയ്യുക, അത് നിലനിൽക്കുന്ന ഹാപ്പിനെസ് ആണ്. അപ്പൊ ഇങ്ങനെ ഹാപ്പിനെസ് മക്കളിൽ ക്രിയേറ്റ് ചെയ്യാൻ എപ്പോഴും. ഇപ്പൊ മുസ്ലിങ്ങളെ പറ്റി ആലോചിച്ച് നോക്ക്, അവർക്ക് പാസ്റ്റിൽ എപ്പോഴും അള്ളാഹുവിനോട് നന്ദിയുണ്ട്, മാതാപിതാക്കളോട് നന്ദിയുണ്ട്. ആ നന്ദി ഉണ്ടാവുമ്പോഴാണ് പാസ്റ്റിൽ ഒരാൾ സംതൃപ്തനാവുള്ളൂ എന്നുള്ളതാണ്. അതേപോലെ ഫ്യൂച്ചറിൽ എപ്പോഴും ഹോപ്പ്, പ്രതീക്ഷ ഉണ്ടാവണം. മുസ്ലിങ്ങൾക്ക് എപ്പോഴും രജ ഉണ്ട്, നാളെ എനിക്ക് നല്ലത് വരും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. ആ പ്രതീക്ഷ കുട്ടികളിൽ ഉണ്ടാക്കണം. അപ്പോഴാണ് ഫ്യൂച്ചറിൽ ഒരാൾ ഹാപ്പി ആവുള്ളൂ. പ്രസന്റിൽ
പ്രസന്റിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗ്രാറ്റിഫിക്കേഷൻ ആണ് വേണ്ടത്, പ്ലഷർ അല്ല നമ്മൾ വേണ്ടത്. ഇങ്ങനെ ആവുമ്പോഴാണ് എപ്പോഴും ഹാപ്പിനെസ്, നിലനിൽക്കുന്ന ഹാപ്പിനെസ് നമ്മൾ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ ഒബ്ജക്റ്റീവ് വെൽബീയിങ് അല്ല കൂട്ടേണ്ടത്, സബ്ജക്റ്റീവ് വെൽബീയിങ് ആണ്. ഒബ്ജക്റ്റീവ് വെൽബീയിങ് എന്ന് വെച്ചാൽ വസ്തുക്കളിലുള്ള ഒരു സംതൃപ്തി ഉണ്ടല്ലോ. ഇപ്പോൾ വലിയ വീട്, വലിയ കാറ്, ഐഫോണ്, വലിയ വലിയ ബ്രാൻഡിലുള്ള ഡ്രസ്സുകൾ, ഷൂവുകൾ, വലിയ വലിയ സ്കൂളിലുള്ള പഠനം, ഇങ്ങനെ ഇതൊക്കെ ഒബ്ജക്റ്റീവ് വെൽബീയിങ് ആണ്. ഈ ഒബ്ജക്റ്റീവ് വെൽബീയിങ്ങിനെ അളന്ന് നോക്കിയിട്ടാണ് ഇപ്പോൾ വിദേശ രാജ്യങ്ങളെല്ലാം ഫുൾ എല്ലാവരും ഹാപ്പി ആണെന്നൊക്കെ പറയുന്നത് ഒബ്ജക്റ്റീവ് വെൽബീയിങ്ങിലാണ്. സബ്ജക്റ്റീവ് വെൽബീയിങ് എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ സംതൃപ്തിയാണ്. അവിടെ വസ്തുക്കൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും ഞാൻ എൻ്റെ കഴിഞ്ഞ കാലത്തിലും ഇപ്പൊ നിലനിൽക്കുന്ന കാലത്തിലും ഇനി വരാനിരിക്കുന്ന കാലത്തിലും ഞാൻ സംതൃപ്തനാണെങ്കിൽ അതാണ് സബ്ജക്റ്റീവ് വെൽബീയിങ്. ആ സബ്ജക്റ്റീവ് വെൽബീയിങ് ആണ് നമ്മൾ കൂട്ടേണ്ടത്. ഒബ്ജക്റ്റീവ് വെൽബീയിങ് എത്ര കൂട്ടിയാലും മക്കള് ആ രൂപത്തിൽ നന്നാവണമെന്നില്ല. കാരണം അതൊക്കെ കുട്ടിന്റെ വാണ്ടേ ഫുൾഫിൽ ചെയ്യുള്ളൂ, നീഡ് ഫുൾഫിൽ ചെയ്യൂല. വാണ്ട് കുട്ടി എപ്പോഴും പറയും, എനിക്ക് ബീച്ചിൽ പോകണം, എനിക്ക് ഐസ്ക്രീം കഴിക്കണം, എനിക്ക് ഫ്രൈഡ് ചിക്കൻ കഴിക്കണം, സിനിമക്ക് പോകണം, ഇതൊക്കെ വാണ്ടാണ്. പിന്നെ നീഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുട്ടി പറയില്ല, പക്ഷെ കുട്ടി കാണിച്ചു കൂട്ടുന്നതൊക്കെ നീഡിന് വേണ്ടിയിട്ടാണ്. നീഡ് എന്ന് വെച്ചാല് നമ്മളുടെ സമയമാണ്. നമ്മുടെ സമയം കുട്ടിക്ക് ആവശ്യമുള്ളതാണ് നീഡ്. നമ്മളുടെ സ്നേഹം കുട്ടിക്ക് ആവശ്യമുണ്ട്, അതാണ് കുട്ടിന്റെ നീഡ്. ഇതിലൂടെയാണ് കുട്ടിന്റെ നേരത്തെ പറഞ്ഞ അപ്പർ ബ്രെയിൻ സ്ട്രോങ് ആവുള്ളൂ എന്നുള്ളതാണ്. എത്രത്തോളം പ്രഷർ കൂടുന്നോ അത്രയും ഡിപ്രഷൻ കൂടും എന്നുള്ളതാണ്. എത്രത്തോളം പ്രഷർ കൂടുന്ന, ഞാൻ പറഞ്ഞില്ലേ പ്ലഷർ എന്നുള്ളത് ജങ്ക് ഫുഡ് കഴിക്കുമ്പോൾ പ്ലഷറാണ്, പിന്നെ പുതിയ ഫോൺ കിട്ടുമ്പോൾ പ്ലഷറാണ്, പുതിയ ബൂട്ട് വാങ്ങുമ്പോൾ പ്ലഷറാണ്, പുതിയ സൈക്കിൾ വാങ്ങുമ്പോൾ പ്ലഷറാണ്. ഇങ്ങനെ വസ്തുക്കളിൽ നിന്ന് മുഴുവൻ പ്ലഷറാണ്. പക്ഷേ പിന്നെ മറ്റേതെന്ന് വെച്ചാൽ ഏതെങ്കിലും വസ്തുക്കളിൽ നിന്ന് കിട്ടുന്നല്ല, അത് എന്നും നിലനിൽക്കുന്ന സന്തോഷമാണ്. ഹാപ്പിനെസ്സിലേക്ക് വേറെ എന്തില്ല, ഒരു ഷോർട്ട് കട്ടില്ല. നിങ്ങൾക്കറിയോ, ഏകദേശം ഒരു 40 വർഷം മുമ്പ് വരെ ഒരാൾക്ക് ഡിപ്രഷൻ വരാനുള്ള ശരാശരി പ്രായം 40 വയസ്സായിരുന്നു. 40 വയസ്സ്. ഇപ്പോ ലാസ്റ്റ് കണക്ക് പ്രകാരം ഒരാൾക്ക് ഡിപ്രഷൻ വരാൻ സാധ്യതയുള്ള പിന്നെ ഫസ്റ്റ് ഏജ് എന്നുള്ളത് 14 വയസ്സാണ്. 14ാമത്തെ വയസ്സിൽ വരെ ആളുകൾക്ക് ഡിപ്രഷനാണ്. എന്തുകൊണ്ടാണ്? പ്ലഷർ ഭയങ്കര ഹൈ ആണ്. നമ്മളിങ്ങനെ ഒരു പ്ലഷറിന്റെ ലോകത്താണ് നമ്മളുള്ളത്. ഇപ്പോൾ ആ പ്ലഷർ കുറച്ചിട്ട് നമ്മൾ ഹാപ്പിനെസ് കൂട്ടാനാണ് നോക്കേണ്ടത്. ഇത്രയാണ് പിന്നെ ഈ പാരന്റിങ് ഒരു 2ാം ഘട്ടത്തിൽ പറയാനുള്ളത്. കൂടുതലും കുട്ടികളുടെ ബിഹേവിയറുമായും ഇമോഷൻസുമായിട്ടും കണക്ട് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വിഷയത്തിൽ നമുക്ക് എന്തെങ്കിലും ചർച്ച ചെയ്യാണ്ടെങ്കിൽ ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നമ്മളൊക്കെ വളർന്നത് ബേബി ബൂമേഴ്സ് വളർത്തിയ സൈക്കോളജി ഒന്നും പഠിക്കാതെയാണ്. നമ്മളും അതേപോലെ വളർത്തി ഇപ്പൊ കൗമാരത്തിലെത്തി എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തത്, ഇപ്പൊ നമ്മളെ വളർത്തിയ ബേബി ബൂമേഴ്സ്, നമ്മളെ പാരൻസ്, അവർ സൈക്കോളജി പഠിച്ചിട്ടല്ല, ആരും സൈക്കോളജി പഠിച്ചിട്ടൊന്നല്ല എന്ത് ചെയ്യണത്, കുട്ടികളെ വളർത്തുന്നത്. കുട്ടികളെ വളർത്താൻ വേണ്ട ഒരേ ഒരു സാധനം റഹ്മത്താണ്, കാരുണ്യം. അത് കയ്യിലുണ്ടോ ഏത് കുട്ടിനെയും വളർത്താൻ. കാരണം എന്താ, നിങ്ങൾ ഖുർആനും ഹദീസും നോക്കി, ഇസ്ലാമിൽ നോക്കിയാല് മക്കളുമായി ബന്ധപ്പെട്ടത് എല്ലാം റഹ്മത്തുമായിട്ടാണ് പറയണത്. മക്കളുമായി ബന്ധപ്പെട്ട എല്ലാം റഹ്മത്താണ്. ഗർഭപാത്രത്തിന്റെ പേര് വരെ അതാണ്, റഹിമ. ഗർഭപാത്രത്തിന് എങ്ങനെ പേര് വന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഒരു ഖുദ്സിയായ ഹദീസില് അള്ളാഹ് പറയാണ്, പിന്നെ ഞാൻ അല്ലാഹു ആണ്, അനർ റഹ്മാൻ, ഞാൻ റഹ്മാനാണ്, കാരുണ്യവാനാണ്. ഖലഖത്തുർ റഹിമ, ഞാൻ ഗർഭപാത്രത്തെ സൃഷ്ടിച്ചു. വശക്കക്തു ലഹാ മിൻ ഇസ്മി, അതെന്റെ പേരിൽ നിന്ന് അടർത്തിയെടുത്തതാണ്. അള്ളാഹുവിന്റെ റഹ്മാൻ എന്നുള്ള പേരിൽ നിന്ന് അടർത്തിയെടുത്തിട്ടാണ് റഹിമ എന്നുള്ള ഗർഭപാത്രം സൃഷ്ടിച്ചത്. എന്നിട്ട് ആ റഹിമയില്, ആ കാരുണ്യത്തിന്റെ പാത്രത്തിൽ 9 മാസം ഇട്ട് വളർത്തിയിട്ട് നമ്മളെ കയ്യിലേക്ക് ഈ കുഞ്ഞിനെ തരുമ്പോ നമ്മളോട് അള്ളാഹ് പറയാണ് ഇർഹമു സ്വഈറന. കുറേ ഹദീസുകളിൽ പിന്നെ റിവായത്ത് ചെയ്ത ഹദീസുകളിൽ വന്നാണ് ഇർഹമു സ്വഈറന, നിങ്ങൾ അതിനോട് കരുണ കാണിക്ക്. എന്നിട്ട് ആ കുട്ടിയോട് അള്ളാഹ് പറയാണ്, നീ പ്രാർത്ഥിക്കണം, റബ്ബി ഇർഹംകുമാ കമാ റബ്ബയാനി സ്വഈറ. അവിടെ റഹ്മ. എങ്ങനെ? നമ്മളോടെന്താ പറഞ്ഞത്? ഇർഹമു സ്വഈറന. കുട്ടിനോട് എന്താ പറഞ്ഞത്? എങ്ങനെയാണോ ഇവരെന്നോട് കരുണ കാണിച്ചത് അതേപോലെ നീയും അള്ളാഹുവിനോട് അതേപോലെ നീയും കാണിക്കണം. നമ്മളടുത്ത് റഹ്മ ഉണ്ടോ? ഇപ്പോ പിന്നെ ചുംബിക്കണ സമയത്ത് ഒരു അഹ്റാബി ഞാൻ മക്കളെ ചുംബിക്കുന്നില്ല എന്നുള്ള, അപ്പോഴും പ്രവാചകൻ എന്താ പറഞ്ഞത്? അത് നിങ്ങളുടെ ഹൃദയത്തിൽ റഹ്മത്തില്ലാത്തത് കൊണ്ടാണ്. മക്കളുമായി ബന്ധപ്പെട്ടെല്ലാം ഈ റഹ്മത്താണ്. ആ റഹ്മത്താണ് മക്കളെ വളർത്താൻ വേണ്ടത്. അതല്ല ഇന്ന് ഇപ്പൊ ആധുനിക സൈക്കോളജി കണ്ടുപിടിച്ച എല്ലാ പാരന്റിങ് സൈക്കോളജിയും ആ ഒരൊറ്റ റഹ്മത്തിലുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചെന്ന റഹ്മത്തിലുണ്ട്. അത് മതി. അല്ലാതെ നിങ്ങൾ വേറെ സൈക്കോളജി ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല.
അപ്പൊ പിന്നെ അവിടെ ഒരു ഇതെന്താന്ന് വെച്ചാൽ ഇപ്പൊ അവര് നമ്മളെ അടിച്ചു വളർത്തി എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് ഇന്ററാക്ഷൻ കൂടുതലായിരുന്നു. അതായത് നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഹ്യൂമൻ ടു ഹ്യൂമൻ മനുഷ്യർ തമ്മിൽ ഇന്ററാക്ഷൻ കൂടുതലായിരുന്നു. ഇപ്പൊ ചെറുപ്പത്തിൽ തന്നെ ഇപ്പൊ ഒരു വീട്ടിൽ തന്നെ കുറേ കുട്ടികൾ ഉണ്ടാവും, അതല്ലെങ്കിൽ അയൽപ്പക്കത്ത് കുറേ കുട്ടികൾ ഉണ്ടാവും. ഇവരെല്ലാവരും വൈകുന്നേരങ്ങളിലും രാവിലെയും സ്കൂളല്ലാത്ത സമയത്ത് മുഴുവൻ ഇവരെല്ലാവരും കളിക്കുകയാണ്. ഇനിയിപ്പോ ഉമ്മ നോക്കുന്നില്ലെങ്കിലും ഉപ്പ നോക്കുന്നില്ലെങ്കിലും കുട്ടികളുടെ ഇമോഷൻസ് തമ്മിൽ ട്രാൻസാക്ട് ചെയ്യപ്പെടുന്നുണ്ട്. കുട്ടി ഇമോഷൻസ് പഠിക്കുകയാണ്. അപ്പോൾ അത് അവിടെ നന്നായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇമോഷണലി ഭയങ്കര മെച്ചോർഡായിരിക്കും, ഇമോഷണലി പെട്ടെന്ന് തന്നെ മെച്ചോർഡാവും. ഇത് ഇപ്പോഴത്തെ കുട്ടികൾ കൂടുതൽ സമയം സ്ക്രീനിന് മുമ്പിലാണ്, അവിടെ ഇമോഷൻസ് ട്രാൻസാക്ട് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് കുട്ടിയുടെ ബ്രെയിൻ റെഗുലേഷൻ തീരെ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരിഞ്ഞിപ്പോൾ എങ്ങനെ വളർത്തിയാലും നമുക്ക് അതിനൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് അവർക്കത് ബോധപൂർവ്വം നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇന്ന് അങ്ങനെ നോക്കണം. ഇനി നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ വളർത്തി കൗമാരത്തിലെത്തി, ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നതാണ്? ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇനിയെങ്കിലും കണക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. കണക്ഷൻ ഉണ്ടാക്കുക. ആ കണക്ഷൻ ഞാൻ പറഞ്ഞേ, ഇപ്പൊ നമ്മള് മക്കളെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറായി സങ്കല്പിക്കുക. ബ്ലൂടൂത്ത് സ്പീക്കർ, ഈ ബ്ലൂടൂത്ത് സ്പീക്കർ ഇത് എവിടെങ്കിലും കണക്റ്റഡ് ആവണം. ഇതൊന്ന് സംസാരിക്കണമെങ്കിൽ, വർക്ക് ചെയ്യണമെങ്കിൽ ദിസ് ഡിവൈസ് ഈസ് കണക്റ്റഡ് സക്സസ്ഫുള്ളി നമ്മൾ ഇതിങ്ങോട്ട് പറയില്ലേ, ഇതിങ്ങോട്ട് ഓൺ ആക്കുമ്പോൾ തന്നെ കണക്ഷൻ കിട്ടണം. ഇപ്പൊ ചിലപ്പോൾ അത് വേറെ എവിടെയെങ്കിലും കണക്റ്റഡ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. അത് നമ്മളിലേക്ക് കണക്ട് ചെയ്യണം, അതിന് തുറന്ന് സംസാരിക്കണം. അപ്പൊ നമ്മള് സംസാരിക്കുമ്പോൾ വെച്ചാൽ നമ്മളെ പ്രശ്നം എന്താ അറിയോ? നമ്മള് മക്കളോട് സംസാരിക്കുമ്പോ അതിൽ 90% ഉപദേശമായിരിക്കും. അതല്ല സംസാരിക്കേണ്ടത്. സംസാരിക്കാനിരുന്നാല് നീ ഇനി അങ്ങനെ ചെയ്യരുതിട്ടോ, നീ അവിടെ പോകരുതിട്ടോ, നീ ഇനി ഇങ്ങനെ കാണിക്കരുതിട്ടോ, നീ ഇതൊന്നും ചെയ്യരുത്, ഇതല്ല സംസാരിക്കേണ്ടത്. ഇത് സംസാരിക്കണം. ഇതല്ലാത്തത് സംസാരിക്കണം. നമ്മളെ പറ്റി സംസാരിക്കുക, അവനെ പറ്റി സംസാരിക്കുക, നമ്മളുടെ ഇഷ്ടങ്ങൾ സംസാരിക്കുക, നമ്മളെ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുക, അവന്റെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുക. ഇത് വളരെ വളരെ എന്താ പറയാ, ഒരു ഹൃദ്യമായ സംസാരം ഉണ്ടല്ലോ. നമ്മൾ രണ്ട് ഫ്രണ്ട്സ് സംസാരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും? മക്കളെ ഫ്രണ്ട്സ് ആയിട്ട് കാണണം എന്നല്ല കേട്ടോ. നമ്മൾ രണ്ട് ഫ്രണ്ട്സ് സംസാരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും? നമ്മൾ അവരെങ്ങനെ ഉപദേശിക്കല. അപ്പൊ എന്തുകൊണ്ടാണ് മക്കൾക്ക് നമ്മളോട് സംസാരിക്കാൻ മടിയെന്നറിയോ? നമ്മളെ സംസാരത്തിൽ മുഴുവൻ ഉപദേശമാണ്. ഈ ഉപദേശം കേൾക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടാവുമോ? നമുക്ക് താല്പര്യം ഉണ്ടാവും. ഒരാൾ നമ്മളെങ്ങനെ ഉപദേശിക്കുകയാണെങ്കിൽ അത് കേട്ടിരിക്കാൻ ആർക്കാ താല്പര്യം ഉണ്ടാവുക? ഉപദേശം ഹറാമായ എന്തിലേക്കെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ തടയേണ്ടത്. പിന്നെ വേറൊന്ന്, ദേഷ്യപ്പെട്ടിരിക്കുമ്പോഴല്ല ഉപദേശിക്കേണ്ടത്. ഇപ്പോ മക്കൾ എന്തെങ്കിലും ചെയ്തു, നമുക്കാണെങ്കിൽ ഇത് ഇപ്പൊ തന്നെ ഇവനെ കറക്റ്റ് ചെയ്യണം. അപ്പൊ നമ്മളും ദേഷ്യത്തിലായിരിക്കും, അവനും ദേഷ്യത്തിലായിരിക്കും. ഞാൻ പറഞ്ഞ രണ്ടിൽ ഒരാൾ ദേഷ്യത്തിലാണെങ്കിൽ ഒരിക്കലും ഉപദേശിക്കാൻ പോകരുത്. രണ്ടുപേരും കാമായിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഉപദേശിക്കുക. ഒരു ഇൻസിഡന്റ് ഉണ്ടായി, അതെന്തേലും ഹറാമാണെങ്കിൽ അവിടെ തടയാം, അല്ലെങ്കിൽ മറ്റെന്തേലും ആണെങ്കിൽ തൽക്കാലം അത് അവിടെ വിടാം. എന്നിട്ട് എന്ത് ചെയ്യുക? പിന്നീട് നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ, അത് ഒരുപാട് നീണ്ടു പോകരുത്, ആ വിഷയം വിട്ടും പോകരുത്, പക്ഷേ നമ്മൾ തന്നെ അതിന് ബോധപൂർവ്വം ഒരു അവസരം ഉണ്ടാക്കുക. നല്ല രൂപത്തിൽ നിൽക്കുമ്പോൾ പറയാ, അന്ന് അങ്ങനെ ചെയ്തിയിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. മക്കളെല്ലാം ഇഷ്ടപ്പെടാത്ത കേട്ടോ. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പലപ്പോഴും പറയുന്ന വാക്കാണ്, നീ ഇങ്ങനെ ചെയ്താൽ നിന്നെ ആർക്കും ഇഷ്ടമുണ്ടാവില്ല, എനിക്കും ഇഷ്ടമല്ല, ഉപ്പാക്കും ഇഷ്ടമല്ല, ആർക്കും ഇഷ്ടമല്ല. അങ്ങനല്ല, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, പക്ഷെ നീ ചെയ്ത് ഈ പ്രവൃത്തി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ തന്നെ പറയണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ കുട്ടി നമ്മളേച്ച് ആ ഡിറ്റാച്ച്മെന്റ് ആണ് അവിടെയൊക്കെ വരുന്നത്. ഡിറ്റാച്ച്മെന്റാണ്. നമ്മളെ സംസാരത്തിൽ വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് കുട്ടികളോട് സംസാരിക്കുമ്പോൾ. അപ്പോൾ ഇനിയെങ്കിലും എന്ത് ചെയ്യുക? ഇപ്പൊ കൗമാരത്തിലെത്തിയ കുട്ടിയായിട്ട് ഇനിയെങ്കിലും നമ്മൾ കണക്ഷൻ ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞില്ലേ, നല്ല ഓക്സിറ്റോസിൻ ഉണ്ടാക്കുക. അങ്ങനെ ഓക്സിറ്റോസിന്റെ വേറൊരു പേരെന്താ വെച്ചാൽ ബോണ്ടിങ് ഹോർമോൺ എന്നാണ്. ബോണ്ടിങ് ഹോർമോൺ കണക്ഷൻ ഉണ്ടാക്കും. അത് രണ്ടുപേര് തമ്മിൽ ബന്ധം കണക്റ്റഡ് ആക്കും. അപ്പൊ എന്താ ചെയ്യുക? എന്തൊക്കെ ചെയ്യേണ്ടത്? ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യാൻ കണ്ണിൽ നോക്കുക. കണ്ണില് പേടിപ്പിക്കാൻ വേണ്ടി നോക്കിയാലും കണ്ണിൽ നോക്കല കേട്ടോ, അത് ഓക്സിറ്റോസിൻ ഉണ്ടാക്കൂല, അത് നേരെ ഓപ്പോസിറ്റ് എഫക്റ്റ് ഉണ്ടാക്കുള്ളൂ. ഇങ്ങനെ നോക്കിക്കരുത്. കണ്ണിൽ നോക്കുക, പുഞ്ചിരിക്കുക, ടച്ച് ചെയ്യുക. അവനിലേക്ക് നമ്മൾ അടുത്ത് നിൽക്കുക. പറ്റുമെങ്കിൽ അവനിലേക്ക് നമ്മൾ ഉണ്ടല്ലോ, ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ അവനിലേക്ക് ഒന്ന് കുനിഞ്ഞ് നിൽക്കുക, ഒന്ന് മുട്ടുകുത്തി നിൽക്കുക. അപ്പൊ അവന്റെ കൂടെ മുട്ടുകുത്തി നിന്നിട്ട് ചേർത്ത് നിർത്തുക. ഇതൊക്കെ ഭയങ്കര എഫക്റ്റ് ഉണ്ടാക്കുന്ന സാധനങ്ങളാ ഇതൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? അവരെ കൂടെ നിന്ന് അവരോട് സംസാരിക്കുക, ഉപദേശിക്കാതിരിക്കുക, നന്നായി സംസാരിക്കുക. അങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ നല്ല കണക്ഷൻ ഉണ്ടാവും. അങ്ങനെ കണക്റ്റഡ് ആക്കുക.
അത് തന്നെ ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് അവരെ നന്നായിട്ട് നമ്മളുടെ പിന്നെ ഒരു 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 കൺട്രോളിൽ കിട്ടുന്ന രൂപത്തിലേക്ക് വരും. അതാണ് ഇനി ചെയ്യാനുള്ളത് ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. ഇപ്പോൾ ഒരു 10-12 വയസ്സ് വരെയൊക്കെ പിള്ളേർ നല്ല മതബോധത്തോടെ വളർന്നിരുന്നു. ഇപ്പോൾ മതബോധത്തോടെ വളർന്നിരുന്നു. ഇപ്പോൾ ഒരു ഏകദേശം ടീനേജ് ആയി. അപ്പൊ ഇപ്പോ മതം അത്ര അവരെ സ്വാധീനിക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. മതം സ്വാധീനിക്കുന്നതല്ല, അവര് മതപരമായിട്ട് അത്ര നല്ല നല്ല ഒന്നും കാണിക്കുന്നില്ല. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇപ്പൊ ടീനേജിന്റെ എൻഡിലായി അവർ. ടീനേജ് എൻഡാണ് ഓൾമോസ്റ്റ്. അപ്പോ അവരെ നമ്മൾ തിരിച്ച് മതത്തിലേക്ക് കൊണ്ടുവരാൻ എന്താണ് ചെയ്യേണ്ടത്? ചെറിയ കുട്ടിയായിരുന്നപ്പോൾ നല്ല കുട്ടിയായിരുന്നു, മതപരമായ കാര്യങ്ങളൊക്കെ അംഗീകരിച്ചിരുന്നു, അനുസരിച്ചിരുന്നു. വലുതാവും തോറും അത് കുറഞ്ഞു വരുന്നു. അപ്പൊ അത് മതബോധം വലിയ കുട്ടികളിൽ കുട്ടി വലുതായതിനനുസരിച്ച് കൊണ്ടുവരാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അതായത് പിന്നെ ചെറിയ കുട്ടിയായപ്പോൾ മതപരമായിട്ട് ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ടീനേജും ഇതൊക്കെ കഴിഞ്ഞു, ആ പ്രായം എത്തിയപ്പോൾ മതപരമായിട്ട് ചിട്ടില്ല എന്നുള്ളതാണ് അല്ലേ. അതിൽ ഈ പൊതുവെ കാണുന്നൊരു രീതിയാണ് കേട്ടത്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈമാൻ ഒരാൾ ഉൾക്കൊള്ളുക എന്നുള്ളത് അത് എല്ലാവരും ഒരേ ഏജിലാവണം എന്നൊന്നുമില്ല. അത് പല പ്രായത്തിലാവാം. ഒരാൾക്ക് എപ്പോഴാണ് അത് വരിക എന്ന് പറയാൻ പറ്റൂല. ഇപ്പോൾ പിന്നെ കുട്ടികൾക്ക് നമ്മൾ മദ്രസ വിദ്യാഭ്യാസം കാര്യങ്ങൾ ഇതൊക്കെ കൊടുക്കുന്നത് എന്താ വെച്ചാൽ ബേസ് ഉണ്ടാക്കാനാണ്, അവൻ്റെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കി നിർത്താനാണ്. ആ ഫൗണ്ടേഷൻ നമ്മൾ സ്ട്രോങ് ആക്കി നിർത്തുക. ഒരു പിന്നെ ചൈൽഡ്ഹുഡൊക്കെ കഴിയുമ്പോൾ കുട്ടിക്ക് എന്താ വെച്ചാൽ എന്തുകൊണ്ട് എന്നുള്ള ചിന്ത വരും. എന്തിന് ഞാൻ നിസ്കരിക്കണം, എന്തിന്? അപ്പൊ അതിനുള്ള ഉത്തരം ചിലപ്പോൾ പ്രോപ്പറായിട്ട് കുട്ടിക്ക് കിട്ടിക്കോണമെന്നില്ല. അപ്പൊ കുട്ടിക്ക് ഇങ്ങനെ ലേസി കാണിക്കും, ഇങ്ങനെ ഒരു ലേസിയാണ്. കാരണം അതിനോടൊരു സീരിയസ്നെസ് അവന് തോന്നുന്നില്ല. മറ്റേ എന്താണെന്ന് വെച്ചാൽ ഇമിറ്റേഷനാണ്. കാരണം ആ ഒരു സാഹചര്യത്തിൽ പറഞ്ഞു എല്ലാവരും നിസ്കരിക്കുന്നു ഞാനും നിസ്കരിക്കുന്നു, എല്ലാവരും ദുആ ചൊല്ലുന്നു ഞാനും ദുആ ചെയ്യുന്നു, എല്ലാവരും ഓതുന്നു ഞാനും ഓതുന്നു. അതൊരു ഈമാൻ ഉണ്ടായിട്ടാകണം എന്നില്ല. അത് ആ പ്രവൃത്തി അതേപോലെ ചെയ്യാണ്. പക്ഷെ അത് നമ്മൾ ചെയ്ത് അങ്ങനെ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത്. അത് പിന്നെ ചിലപ്പോൾ പിന്നെ എന്ത് ചെയ്യും, ഒരു പ്രായം എത്തുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ എന്തിനാന്നുള്ളൊരു തോന്നലുണ്ടാവും. ചിലപ്പോൾ അത് ഏതെങ്കിലും ഒരാളെടുത്ത് നിന്ന് കേട്ടതായിരിക്കും, ചിലപ്പോൾ അവൻ്റെ കൂട്ടുകാരനതായിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും ഒരു ദുരനുഭവം അങ്ങനെ കാണുന്ന ഒരാളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോൾ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരു ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു മോശം കാര്യം ആ ഉസ്താദിൽ കാണുകയോ ഉസ്താദിൽ നിന്ന് അവന് നേരിടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അവൻ്റെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ പലതും ആവാം. അപ്പൊ അത് പിന്നെ ചിലപ്പോൾ ഒരു പ്രായത്തിൽ നമ്മൾ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ തന്നെ നിർത്തിയാൽ ചിലപ്പോൾ ഒരു പ്രായത്തിൽ അവൻ ആ ഈമാൻ്റെ ഒരു ലെവലിലേക്ക് എത്തിയെന്ന് വരാം. അതല്ലെങ്കിൽ നമ്മള് പിന്നെ ബോധപൂർവം ഇങ്ങനെ ഉള്ള സാഹചര്യങ്ങളിലേക്ക് അവനെ കൊണ്ടുവരണം. അപ്പൊ ഇങ്ങനെയുള്ള ക്യാമ്പുകളിലേക്ക് കാര്യങ്ങളിലേക്ക് MSMന്റെ പ്രവർത്തനങ്ങളിലേക്കൊക്കെ ഒരു ബോധപൂർവം അവനെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നോക്കും. കാരണം എവിടുന്ന് അത് കിട്ടുക എന്ന് പറയാൻ പറ്റൂല. കാരണം ഈമാൻ എന്നുള്ളത് നമ്മളോട് ഇതൊക്കെ കൊടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ഈമാൻ അള്ള കൊടുക്കണതാണ് ഒരാളുടെ ഹൃദയത്തിൽ. അത് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി വെക്കാനാണ് നമ്മളോട് പറഞ്ഞത്. നമ്മൾ അതിന്റെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കുക, സാഹചര്യങ്ങൾ ഉണ്ടാക്കി വെക്കുക, എന്നിട്ട് പിന്നെ അത് കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അതന്നെയാണ്. ഇപ്പൊ നമ്മളൊക്കെ പിന്നെ കറക്റ്റ് നിസ്കാരം തുടങ്ങിയത് ഇപ്പൊ ഏത് പ്രായത്തിലായിരിക്കും? പലരും പല പ്രായത്തിലായിരിക്കും. ആ സമയത്താണ് നമുക്ക് അതിൻ്റെ ഒരു സീരിയസ്നെസ് വരുന്നത്. അപ്പൊ ആ ഒരു എൻവയോൺമെന്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. പിന്നെ ഏതെങ്കിലും തരത്തില് കൂട്ടുകാര് അത് ഏത് ലെവലിലുള്ളതാണ് നമ്മൾ നോക്കണം. അവിടെ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ഇടപെടേണ്ടി വരും, ഒക്കെ നോക്കുക. അതിനൊക്കെ നമ്മൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താണ്ടെങ്കിൽ വരുത്തുക. ഏറ്റവും പ്രധാനം ഈ ഒരു എൻവയോൺമെന്റിലേക്ക് കൊണ്ടുവരിക, അവന്റെ ചുറ്റും ഈ ഒരു എൻവയോൺമെന്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കൂടി ചോദിക്കാം. അസ്സലാമു അലൈക്കും. ഒരു ചോദ്യം ഉള്ളത്, ഇപ്പൊ എസ്പെഷ്യലി UK ബേസ്ഡ് കുറെ ഇസ്ലാമിക് സ്കൂളുണ്ട്, ഇന്റർനാഷണൽ കരിക്കുലമിന്റെ. ഇപ്പൊ ഓൺലൈനാണ്. ഇപ്പം ഈ കുട്ടികള് ഈ ഓൺലൈൻ, അതിൽ രണ്ടും അഡ്വാൻറ്റേജ് ഉണ്ട്. അവർക്ക് ഇന്റർനാഷണൽ സ്കൂളിന്റെ കരിക്കുലമും കിട്ടും, ദീനിയായ പഠിത്തവും ഉണ്ടാവും. അതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? നല്ലതാണോ അല്ല നമ്മളെ റെഗുലർ സ്കൂളിൽ പോയി പഠിക്കുന്നത് അതാണോ? ഓൺലൈൻ സ്കൂളിൽ പഠിക്കുന്നത് നല്ലതാണോ എന്നുള്ളതാണ്. ഓൺലൈൻ സ്കൂളിന് പ്രശ്നമൊന്നുമില്ല. കാരണം ഓൺലൈൻ സ്കൂളിൽ നിന്നാണെങ്കിലും പഠിക്കേണ്ട സംഗതികളുടെ കണ്ടന്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ട്രാൻസാക്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഓൺലൈനിൽ അതായത് ഹ്യൂമൻ ടു ഹ്യൂമൻ ഇൻട്രാക്ഷൻ നേർക്കുനേരെ ഉണ്ടാകുമ്പോൾ കിട്ടേണ്ട സാധനങ്ങൾ സ്ക്രീനിൽ കിട്ടൂല എന്നുള്ളതാണ്. കുട്ടീൻ്റെ സോഷ്യലൈസേഷനുമായി ബന്ധപ്പെട്ട്, അതായത് ബാക്കി പഠനം അക്കാദമിക്സ് ഒക്കെ അതിലൂടെ നടക്കും, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഹ്യൂമൻ ടു ഹ്യൂമൻ ഇൻട്രാക്ഷനിൽ ഇപ്പൊ നമ്മളെ കണ്ണുമായി ചേരുമ്പോൾ കിട്ടുന്ന കുറെ സാധനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഓക്സിറ്റോസിൻ റിലീസ് കാര്യങ്ങൾ, ഇതൊക്കെ
ഇത് സ്ക്രീനിലൂടെ ഒരാളോട് സംസാരിച്ചാൽ കിട്ടൂല എന്നാണ് പറയുന്നത്. അപ്പൊ അത് നേർക്ക് നേരെ തന്നെ കിട്ടണം. അത് പിന്നെ കിട്ടണമെങ്കിൽ കുട്ടിക്ക് കുറച്ച് സോഷ്യൽ ഇന്ററാക്ഷൻ നമ്മൾ ഉണ്ടാക്കണം എന്നുള്ളതാണ്. അത് നമ്മൾ തന്നെ ആണെങ്കിലും, ഇപ്പൊ നമ്മൾ കുട്ടിയോടാണെങ്കിലും കുറച്ച് നേരം എന്ത് ചെയ്യുക, കുട്ടീനെ ഞാൻ പറഞ്ഞില്ലേ അണ്ടർ സ്റ്റിമുലേഷൻ ഹങ്കർ കുട്ടികൾക്കുണ്ട്. അപ്പോൾ കുട്ടീൻ്റെ സെൻസ് ഓർഗൻസിനെ നമ്മൾ എൻഗേജ് ചെയ്ത് നിർത്തണം. ഇപ്പോൾ പിന്നെ ദുബായിൽ പോയവർക്കോ ദുബായിലുള്ളവർക്കോ അറിയാം, ദുബായിൽ ഷെയ്ഖ് സായിദ് റോഡിൽ ഒരു ഫ്യൂച്ചർ മ്യൂസിയം ഉണ്ട്. ഫ്യൂച്ചർ മ്യൂസിയം 7 നിലകളിലെ ഒരു ഭയങ്കര മ്യൂസിയമാണ്. മ്യൂസിയം എന്ന് പറഞ്ഞാൽ എന്താ? മ്യൂസിയം എന്ന് പറഞ്ഞാൽ ചരിത്രത്തിന്റെ ശേഷിപ്പുകളുടെ പ്രദർശനമാണ്. ഫ്യൂച്ചർ മ്യൂസിയം എന്ന് പറഞ്ഞാലോ ഇപ്പോൾ വരാനിരിക്കുന്ന പിന്നെ നമ്മളെ വിസ്മയിപ്പിക്കുന്ന സംഗതികളുടെ പ്രദർശനമായിരിക്കും. അതാണ് ഫ്യൂച്ചർ മ്യൂസിയം. ആ ഫ്യൂച്ചർ മ്യൂസിയത്തിന്റെ 7 നിലയിൽ ഒരു നിലയിൽ പ്രത്യേകിച്ച് ഒരു ടെക്നോളജി ഇല്ല. അവിടെ എല്ലാ ടെക്നോളജി ഉണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ സ്ക്രീനിൽ നമ്മളിപ്പോൾ കാണും കേൾക്കുകയാണല്ലോ ചെയ്യണേ. ഇനി മുതൽ നമ്മൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ടച്ച് ചെയ്യാനും പറ്റും. അതിന്റെ സാധനം വരെ അവിടെ ഉണ്ട്. നമുക്ക് പിന്നെ ഷെയ്ക്കാറ്റൊക്കെ കൊടുക്കാൻ പറ്റും വീഡിയോ കോളിലൂടെ. അപ്പോൾ പിന്നെ അവിടെ ഒരു നിലയിൽ പ്രത്യേകിച്ച് ഒരു ടെക്നോളജി ഇല്ല. അവിടെ എഴുതി വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ടെക്നോളജികളുടെ സാങ്കേതിക വിദ്യകളുടെ അതിപ്രസരം മൂലം മനുഷ്യന് ആങ്സൈറ്റി കൂടും. അപ്പൊ ആ സമയത്ത് മനുഷ്യന് ആശ്വാസം പകരാൻ മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾ തമ്മിലുള്ള ഇന്ററാക്ഷൻസ് നടക്കണം. അതിനു വേണ്ടിയുള്ള സാധനങ്ങൾ അവിടെ ഉള്ളത്. അപ്പോൾ അത് നടക്കാൻ, ആ സോഷ്യലൈസേഷൻ നടക്കാൻ എന്ത് ചെയ്യണം? അതിന് നമ്മൾ കുറച്ച് സമയം കണ്ടെത്തണം. അത് ഒന്നെങ്കിൽ അവന്റെ പിയർ ഗ്രൂപ്പിലുള്ള എന്തെങ്കിലും സംഗതികളിലേക്ക് എൻഗേജ് ചെയ്യിക്കണം, ഫിസിക്കലി എൻഗേജ് ചെയ്യിക്കണം, നമ്മൾ കുട്ടിയുമായി നന്നായി എൻഗേജ് ചെയ്യണം. ഇതാണ് അതിൽ ചെയ്യേണ്ടത്. മറ്റേത് അതിൽ അക്കാദമിക്കലി നടക്കേണ്ടതെല്ലാം നടക്കും. എന്റെ ചോദ്യം, ഈ കാലഘട്ടത്തില് ഭാര്യയും ഭർത്താവും കൂടി ജോലി ചെയ്താൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോകുന്നുള്ളൂ എന്നൊരു രീതിയാണ് ആളുകൾ എല്ലാവരുടെയും ഒരു ചിന്ത. അപ്പൊ നിലവിൽ ഇസ്ലാമികമായിട്ട് ഉമ്മാക്ക് കുട്ടികളെ വളർത്തുന്നതാണ് ഇമ്പോർട്ടൻസ്, അത് ജോലിക്ക് പോകുന്നതാണ് ഇമ്പോർട്ടൻസ് എന്നുള്ള ഒരു ചോദ്യമായിരിക്കണം. പലപ്പോഴും നമ്മുടെ വൈഫൊക്കെ ചോദിക്കാറുണ്ട്, എനിക്ക് ജോലിക്ക് പോകണം. അപ്പൊ ഞാൻ പറഞ്ഞു, ആദ്യം ഇത് കൊച്ചുങ്ങളെ വളർത്തി നല്ലൊരു ഇതായതിനു ശേഷം നമുക്ക് ടൈം ഫ്രീ ആവുമ്പോഴാണ് അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ പോരെ എന്ന് ചോദിക്കുമ്പോഴും എല്ലാവരും ഇപ്പൊ അവരുടെ കൂടെ പഠിച്ചവരൊക്കെ ജോലിക്കാരാണ്. അവർക്ക് ഒരുപാട് സ്ഥലത്ത് പോകാനും ഇതിനൊക്കെ പറ്റുന്നുണ്ട്. കാര്യം പൈസയുടെ ഇതുള്ളതുകൊണ്ട് എല്ലാ സ്ഥലത്തും കറക്കോ ഇതൊക്കെ കാണിച്ചുകൊണ്ടിരും. അപ്പൊ ഇതിന് നമുക്ക് ഇസ്ലാമികമായിട്ട് ഉമ്മയുടെ ഉത്തരവാദിത്വം കൂടുതൽ ജോലിയാണോ അതോ ഈ കുട്ടികളെ വളർത്തുന്നതാണോ എന്നൊന്നും പറഞ്ഞു. ഉമ്മയും ഉപ്പയും രണ്ടുപേരും ജോലിക്ക് പോകേണ്ടത് അത്യാവശ്യമാണോ, കുട്ടികളെ വളർത്തുന്നതിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്, ഇസ്ലാമികമായിട്ട് എന്താ നിലപാട് എന്നുള്ളത്? ഞാൻ പറഞ്ഞല്ലോ, ഒരു കുട്ടിക്ക് 2 പാരന്റ് വേണം. അത് പാരന്റിങ് സൈക്കോളജിയിൽ പറയണേ. ഒരു പാരന്റ്, ഒരു കോ പാരന്റ്. അതൊന്ന് മെയിലും ഒന്ന് ഫീമെയിലും ആകണം എന്നാണ്. കാരണം മെയിലിൽ നിന്ന് കുട്ടിക്ക് കിട്ടേണ്ടതും ഫീമെയിലിൽ നിന്ന് കിട്ടേണ്ടതും രണ്ടാണ്. അത് രണ്ടും കൂടി കിട്ടിയിട്ടാണ് കുട്ടി നല്ലൊരു കുട്ടിയായി വളർന്നു വരേണ്ടത്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ നിർദ്ദേശം തന്നിട്ടുണ്ട് എന്താണ് 2 പേരുടെയും റോൾ എന്നുള്ളത്. കുടുംബജീവിതത്തിൽ റോൾ എന്താന്നുള്ളത്. ആ റോള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പുരുഷന്മാർ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന്റെ ഭരണാധികാരികളാണ്. പുരുഷന്മാർ കുടുംബത്തിന്റെ ഭരണാധികാരികളാണ്. സ്ത്രീകൾ അവരുടെ ഭർത്താവിന്റെ വീടിന്റെയും കുട്ടികളുടെയും ഭരണാധികാരിയാണ്. സ്ത്രീകൾ അവരുടെ ഭർത്താവിന്റെ വീടിന്റെയും കുട്ടികളുടെയും ഭരണാധികാരിയാണ്. ഇത് ഒരു പ്രൈമറി റെസ്പോൺസിബിലിറ്റിയാണ്. ഇത് ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ട് മാത്രമല്ല, ഇതൊരു ട്രഡീഷണൽ വിസ്ഡാണ്. അതായത് ബ്രെഡ് വിന്നർ ഹോം മേക്കർ കോംബോ എന്ന് പറയും. ബ്രെഡ് വിന്നർ ഹോം മേക്കർ കോംബോ ഒരു ഫാമിലി യൂണിറ്റ് ഉണ്ടാവുമ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ള മുതിർന്ന 2 പേരുണ്ടാവുമ്പോൾ ഒരാൾ ബ്രെഡ് വിന്നറും ഒരാൾ ഹോം മേക്കറും ആവാണ്. ബ്രെഡ് വിന്നർ എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ആളും, ഹോം മേക്കർ എന്ന് പറഞ്ഞാൽ ആ വീടിനെ ഈ സമ്പത്തും ഇതൊക്കെ വെച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരാളും. ഇതാണ് ബ്രെഡ് വിന്നർ ഹോം മേക്കർ കോംബോ. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 2 റോള് എന്നുള്ളത്. ഇത് പ്രൈമറി റെസ്പോൺസിബിലിറ്റിയാണ്. ഈ റെസ്പോൺസിബിലിറ്റിന്ന് ആര് മാറിയാലും ആ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഉദാഹരണത്തിന് കുടുംബത്തിലെ ആ ഭർത്താവായ ആള് പറയാണ്, ഞാൻ ഇനി മുതൽ ഒരു നന്മമരമായിക്കൊണ്ട് കാക്കനാട് മുഴുവൻ ചാരിറ്റി പ്രവർത്തനമായിട്ട് നടക്കുകയാണ്. അപ്പൊ ഇനി ജോലിയൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് അപ്പൊ അയാൾ പ്രൈമറി റെസ്പോൺസിബിലിറ്റി നിന്ന് പുറത്തുപോയി. കാരണം അയാൾ പിന്നെ ഈ കുടുംബത്തിന് ചെലവിന് നോക്കാൻ ആരാ നോക്കുക? അത് ഭാര്യ നോക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതല്ല നമ്മൾ പ്രശ്നം. ഇസ്ലാമികമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ച ഉയർന്ന ഒരു പ്രാഥമിക ഉത്തരവാദിത്തത്തിൽ നിന്ന് അയാൾ മാറി. അത് ആ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകും. എന്നാ ആ ഭർത്താവ് പറയാണ്, ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ എൻ്റെ മറ്റ് സമയങ്ങൾ ഞാനിവിടെ ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കും. അപ്പൊ കുഴപ്പമില്ല.
അയാൾ ഈ ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ട് അത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതേപോലെ ഒരു ഭാര്യ പറയാണ്, ഞാൻ ഇനി മുതൽ ഡോക്ടർ ജോലിക്ക് പോവുകയാണ്, കാരണം ഞാൻ MBBS ഒക്കെ പഠിച്ച് എൻ്റെ വാപ്പ കുറേ പൈസ ചെലവാക്കിയാണല്ലോ. അപ്പോൾ ഈ കുട്ടിനെ നോക്കുന്ന പ്രൈമറി റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഏതെങ്കിലും നിലക്ക് മാറുന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നമാണ്. അതല്ല, ആ പ്രൈമറി റെസ്പോൺസിബിലിറ്റി പൂർണ്ണമായും പൂർത്തീകരിക്കുന്നുണ്ട് എന്ന് അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ, അതിപ്പോ ഉറപ്പളക്കാനൊരു ചെക്ക് ലിസ്റ്റോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും മാനദണ്ഡമൊന്നുമില്ല, നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. ആ ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ അതിന്റെ പുറമെ പിന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതിപ്പോ സ്ത്രീക്ക് ജോലിക്ക് പോകാം, ബിസിനസ്സിന് പോകാം, പിന്നെ രാഷ്ട്രീയത്തിൽ ഇറങ്ങാം, അതല്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തനം ഇറങ്ങാം, എന്തും ചെയ്യാം. പക്ഷേ പ്രൈമറി റെസ്പോൺസിബിലിറ്റി നോക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇന്ന് പക്ഷെ പലയിടത്തും പല വീടുകൾ നോക്കിയാലും ഒരു ഭാര്യ പിന്നെ സ്ത്രീകള് ഫുൾ ടൈം ഡോക്ടറാണ്, പക്ഷെ പാർട്ട് ടൈം ഭാര്യയാണ്, അല്ലെങ്കിൽ ഫുൾ ടൈം എഞ്ചിനീയർ ആണ്, പാർട്ട് ടൈം ഉമ്മയാണ്. ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല, ഈ റെസ്പോൺസിബിലിറ്റിയിൽ നമ്മൾ ഒരു കുറവ് വരുത്താൻ പാടില്ല. ആ റെസ്പോൺസിബിലിറ്റി പൂർത്തീകരിച്ചുകൊണ്ട് മറ്റെന്തെങ്കിലേക്കും പോകുന്നതിൽ കുഴപ്പമില്ല. അതാണ് നമ്മൾ ആരാണെങ്കിലും, പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും, പ്രവാചകൻ ഏൽപ്പിച്ച ആ റെസ്പോൺസിബിലിറ്റി പൂർണ്ണമായും പൂർത്തീകരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക. നന്ദി അറിയിക്കുന്നതിന് വേണ്ടി റഫീഖ് സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പാരൻസ് കൊളോക്കിയം 2026 ഇവിടെ സമാപിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ പ്രോഗ്രാം വളരെ നല്ല രൂപത്തിലൂടെ അവസാനിച്ചിരിക്കുകയാണ്. ഈ പ്രോഗ്രാമിൻ്റെ ആദ്യ അവസാനം പങ്കെടുത്ത ഇവിടുത്തെ MEPയുടെ ടീം, അതുപോലെ പാരൻസ് മദ്രസയുടെ ടീം, KNM-ൻ്റെയും ISM-ൻ്റെയും MSM-ൻ്റെയും സംഘടനാ പ്രതിനിധികൾ, അതുപോലെ മദ്രസയിലെ രക്ഷിതാക്കൾ, പ്രോഗ്രാമിൽ സംബന്ധിച്ച നൂർ മുഹമ്മദ് നൂർ ഷാ, നമ്മുടെ MEPയുടെ പ്രധാന കോർഡിനേറ്ററായ അബ്ദുഷുക്കൂർ സലാഹി, അതുപോലെ ഇവിടെ അവാർഡുകൾ ഏറ്റുവാങ്ങിയവർ, നമ്മുടെ ഫാക്കൽറ്റികൾ, എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിക്കുകയാണ്. ഈ പ്രോഗ്രാം അള്ളാഹു ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഇവിടുന്ന് കേട്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. ഈ സെഷൻ ഇവിടെ അവസാനിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.